Hey guys, what's up? Friends, we have some more questions here from history winner like books. So here we go. M.S. സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? M.S. സ്വാമിനാഥൻ അദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട്: ഗിരിജ, സോന, സൊണാലിക, സർബതി, സൊണോറ. സർബതി സൊണോറയാണ് നമ്മുടെ M.S. സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം. ഇത് നമ്മൾ LDC 2014 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. M.S. സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനമാണ് സർബതി സൊണോറ. ഇനി നമുക്ക് ഹരിത വിപ്ലവത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ഫാക്ട്സ്. എന്നാണ് നമ്മുടെ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്? 1944 മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാണ് 1944 മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിലൂടെ വിളഞ്ഞ ധാന്യം. ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ചോദിച്ചാൽ ഗോതമ്പാണ്. അടുത്ത ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ് നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. അടുത്ത കാർഷിക മേഖലയിൽ നൽകുന്ന അവാർഡ് അറിയപ്പെടുന്ന പേര് ബോർലോഗ് അവാർഡ്. അപ്പോ നോർമൽ ബോർലോഗ് എന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. അതുപോലെ നമ്മൾ ബോർലോഗ് അവാർഡ് ഏത് മേഖലയിൽ കൊടുക്കും? കാർഷിക മേഖലയിൽ നൽകുന്ന ഒരു അവാർഡും കൂടിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണ്? M.S. സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അടുത്ത തരിസാപ്പള്ളി പട്ടയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. തരിസാപ്പള്ളി പട്ടയവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവ് ആര്? തരിസാപ്പള്ളി പട്ടയവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവ് ആര്? ആൻസർ മാർ സപ്പീർ ഈസോ. ഇവിടെ ഓപ്ഷൻസ് ഒക്കെ ഏതൊക്കെയാണ്? വാസ്കോ ഡ ഗാമ, കേണൽ മക്കാളെ, കേണൽ മൺറോ, മാർ സപ്പീർ ഈസോ. സോ ദിസ് ഈസ് ദ ആൻസർ ഹിയർ. തരിസാപ്പള്ളി പട്ടയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ നേതാവാണ് മാർ സപ്പീർ ഈശോ. ഈശോ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ. ഓക്കെ. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച കുലശേഖര രാജാവാണ് സ്ഥാണു രവിവർമ്മയാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച കുലശേഖര രാജാവ്. സ്ഥാണു രവിവർമ്മയാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച കുലശേഖര രാജാവ്. നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറ്റി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ശാസനം കൂടിയാണ് തരിസാപ്പള്ളി ശാസനം. ഇനി ഈ തരിസാപ്പള്ളി ശാസനം എഴുതിയത് ആരാണ്? എഴുതിയത് അയ്യനടികൾ തിരുവടികൾ. അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ശാസനം എഴുതിയിട്ടുള്ളത്. ഇനി ചില പേരുകളിലും കൂടി തരിസാപ്പള്ളി ശാസനം അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെ പേരുകളിലാണ്? കോട്ടയം ചെപ്പേട്, സ്ഥാണു രവിശാസനം. സോ കോട്ടയം ചെപ്പേടെന്നും സ്ഥാണു രവിശാസനം എന്നും തരിസാപ്പള്ളി ശാസനം അറിയപ്പെടുന്നു. ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന തീയതി. ഇന്ത്യയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1 കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നിയമം നിലവിൽ വരുന്നത്. ഇനി നമുക്കറിയാം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പാക്കുന്നുണ്ട്. ആ ഒരു അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ അത് 56ാം ഭേദഗതിയാണ്. 2002 86ാം ഭേദഗതി അമെൻമെന്റ് അനുസരിച്ചിട്ടാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ വിദ്യാഭ്യാസം എന്താക്കി മാറ്റിയത്? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റിയത്. ഇനി ഒരു
ആക്ട് ഉണ്ട്, അതായത് 2005 പാസ്സായതാണ്. കമ്മീഷൻസ് ആൻഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട്. ചൈൽഡ് റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ആക്ട് ആണ് ഇത്. 2005 വന്നത്. കമ്മീഷൻസ് ആൻഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ചൈൽഡ് റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷനും കമ്മീഷനും വേണ്ടിയിട്ടുള്ളതാണ്. 2005 ആണ് ആക്ട് പാസ്സായ വർഷം. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ്. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. നമ്മൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ അരിസ്റ്റോട്ടിലാണ്. ഇനി ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് ഇത്തിരി കൺഫ്യൂഷൻ ആക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്ലേറ്റോയുടെ ശിഷ്യനും പിന്നെ അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനും. ഇവിടെ ഞാൻ ഒരു കോഡ് പറഞ്ഞു തരാം. നിങ്ങൾക്കത് ഫേവറബിൾ ആണെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്ത് ഓർമ്മിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. പ്ലേറ്റോയുടെ ശിഷ്യൻ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. ഇവിടെ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും. അപ്പോൾ നമുക്ക് ഒരു കോഡ് എന്ന് പറയുന്നത്, നമ്മൾ പ്ലേറ്റിൽ എന്ത് ഇടും? അരി ഇട്ടു. പ്ലേറ്റിലാണ് നമ്മൾ സാധാരണ അരി ഇടാറ് അല്ലേ? അപ്പോൾ പ്ലേറ്റിൽ അരി ഇട്ടു എന്ന് ഒരു കോഡ് ഓർമ്മിക്കുക. അപ്പോൾ ആദ്യം വന്നത് പ്ലേറ്റും രണ്ടാമത് വന്നത് അരിയും. പ്ലേറ്റോ ആദ്യം വന്നു, അദ്ദേഹം ഗുരുവല്ലേ. അപ്പൊ ഗുരു ആദ്യം വന്നു, പ്ലേറ്റിൽ അരി ഇട്ടു. അപ്പൊ അരി രണ്ടാമതാണ് വരുന്നത്. അരിസ്റ്റോട്ടില് ശിഷ്യനാണ്, അദ്ദേഹം രണ്ടാമതാണ് വരുന്നത്. സോ അപ്പം പ്ലേറ്റോയുടെ ശിഷ്യൻ ആരായിരിക്കും? അരിസ്റ്റോട്ടിലായിരിക്കും. പ്ലേറ്റോ ഗുരുവും അരിസ്റ്റോട്ടിൽ ശിഷ്യനുമാണ്. പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. പ്ലേറ്റിൽ അരി ഇട്ടു എന്ന് ഓർമ്മിച്ചിരിക്കുക. ഇവിടെ അരിസ്റ്റോട്ടിലും അലക്സാണ്ടറും ആണ്. അരിസ്റ്റോട്ടിൽ, അലക്സാണ്ടർ. ഇവിടെ ഒരു കോഡെന്ന് ഉദ്ദേശിക്കാൻ ഉള്ളത്, നമ്മുടെ അരിസ്റ്റോട്ടിലും അലക്സാണ്ടറും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് ഇത്തിരി നല്ല ഓൾഡ് മാൻ അല്ലേ, ഇത്തിരി ചരിത്ര പുരുഷൻ, അങ്ങനെ ഒരു ഇതില് നമ്മൾ എന്താ പറയാ. അലക്സാണ്ടർ എന്ന് പറയുമ്പം ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു വീരനായ ഒരു അത്ര വയസ്സൊന്നും ഇല്ലാത്ത ഒരാളുടെ ആ ഒരു ചിത്രമാണ് മനസ്സിൽ വരാനുള്ളത്. അപ്പോൾ അരിസ്റ്റോട്ടിലാണ് ആദ്യം വന്നത്, അലക്സാണ്ടർ പിന്നീടാണ് വരുന്നത്. അപ്പോൾ അരിസ്റ്റോട്ടിൽ ഗുരുവും അലക്സാണ്ടർ ശിഷ്യനായിട്ട് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനാണ് അലക്സാണ്ടർ. ഈ ജീവശാസ്ത്രം, അതായത് ബയോളജിയുടെ പിതാവും പിന്നെ നമ്മുടെ ജന്തുശാസ്ത്രം. ബയോളജിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാലും സുവോളജിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാലും ആരാണ് ആൻസർ? അരിസ്റ്റോട്ടിൽ എന്നാണ് ആൻസർ. ഇനി അടുത്ത ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രൂപം കൊടുത്ത ഒരു പദ്ധതിയുടെ പേര്. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ. ഇവിടെ നമ്മൾ ഓപ്ഷനില് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഗ്രാമതലത്തിലുമാണ്. സോ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ ആൻസർ ഏതാണ്? ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, അതാണ് ആൻസർ. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള ഒരു സ്കീമാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, NRHM, അഥവാ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണ്? ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചൊരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. ഇത് എന്നാണ് നടപ്പിലാക്കിയത്? 2005 ഇത് നിലവിൽ വരുന്നത്. അടുത്ത് നമ്മളിപ്പോ പറഞ്ഞത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആണ്. നെക്സ്റ്റ് വരുന്നത് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ, അതായത് നഗരത്തിലുള്ള ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ. നമ്മുടെ 108 ആംബുലൻസുകൾ ഏർപ്പെടുത്തിയത് ഈ ഒരു സ്കീം മുഖേനയാണ്. 108 ആംബുലൻസുകൾ ഏർപ്പെടുത്തിയത് ഇതിനുശേഷമാണ് എന്നോർത്തിരിക്കുക. ഇനി നമ്മൾ കുറച്ച് നമ്മുടെ നോട്ടിൽ, ഇന്ത്യ നോട്ട് 20 രൂപ, 10 രൂപ, 100 രൂപ, 2000 രൂപ, അതിലൊക്കെയുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇപ്പം ഉദാഹരണത്തിന് 50 രൂപ നോട്ടിൽ ഏതൊക്കെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്.
ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് നോട്ടിലാണ് ഇന്ത്യൻ പാർലമെന്റ് ചിത്രീകരിച്ചിരിക്കുന്നത്? 100 രൂപ, 20 രൂപ, 50 രൂപ, 10 രൂപ എന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് 50 രൂപയാണ്. നമ്മളിത് എപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കി മാറിപ്പോവാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ്. സോ ഇതിനെ കുറച്ച് കോഡ് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ 5 രൂപയാണ് ഇവിടെ ഉള്ളത്. 5 രൂപ, 5 രൂപ നോട്ട്, 10 രൂപ നോട്ട്, 20 രൂപ, 50, 100, 500, 2000. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇന്ത്യൻ നോട്ടുകൾ. ഇതിൽ ഏറ്റവും മൂല്യം കൂടിയത് 2000-ൻ്റെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഫസ്റ്റ് കോഡ് ഞാൻ പറയാൻ വന്നത് 5 രൂപ നോട്ടാണ്. 5 രൂപ നോട്ട് നമുക്കെന്നെ അറിയാം. 5 രൂപ നോട്ട് എന്ന് പറയുമ്പോൾ ഒരു പഴയ നോട്ടിന്റെ പിക്ചറാണ് നമ്മൾ മനസ്സിൽ വരുന്നത്. 5 രൂപ. സോ 5 രൂപ നോട്ട് എന്ന് പറയുമ്പം നമ്മൾ ആ ഒരു ഓൾഡ് എന്നുള്ള രീതിയിൽ കർഷകൻ, ട്രാക്ടർ, ഈ ഒരു ചിത്രമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. കർഷകന്റെയും ട്രാക്ടറിന്റെയും ചിത്രം നമ്മൾ ഓർമ്മിക്കണം. ഇപ്പോൾ 5 രൂപ നോട്ടിന്റെ കേസ് വരുമ്പോൾ, അതായത് നമുക്കറിയാം 5 രൂപ നോട്ട് എന്ന് പറയുന്നത് പണ്ടേ ഉള്ള നോട്ടാണ്. അതായത് മുമ്പേ നിലവിലുള്ളൊരു നോട്ടാണ്. അപ്പോൾ ആ ഒരു പഴയ എന്നുള്ളൊരു ആ ഒരു രീതിയിൽ, ഓൾഡ് നോട്ട് എന്ന രീതിയിൽ നമ്മൾ കർഷകൻ, ട്രാക്ടർ, ആ 2 ചിത്രങ്ങൾ നമ്മൾ ഓർമ്മിക്കണം. എങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു ആൻസർ നമ്മൾ എഴുതാൻ പറ്റുള്ളൂ. അടുത്ത 10 രൂപ നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ വരുന്ന ചിത്രങ്ങൾ ആന, കാണ്ടാമൃഗം ആൻഡ് കടുവ. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 10 രൂപ ഫസ്റ്റ് നമ്മൾ 1 എന്ന സംഖ്യ അടിക്കുക. 1 സൂചിപ്പിക്കുന്ന എന്താണ്? മുൻപന്തിയിൽ നിൽക്കുന്ന ആ ഒരു ഇതില്ലേ, ആ ഒരു ഇതാണ് 1 എന്ന് സൂചിപ്പിക്കുന്നത്, ഫസ്റ്റ് പൊസിഷൻ. സോ നമ്മൾ ആന, കാണ്ടാമൃഗം, കടുവ എന്ന് പറയുന്നത് കരയിൽ ജീവിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ജീവികളാണ്. സോ ഫസ്റ്റ് പൊസിഷൻ എന്നുള്ള രീതിയിൽ വലിയ മൃഗങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ 3 എണ്ണത്തിനെ നമ്മൾ ഓർമ്മിച്ചിരിക്കണം. ഏതൊക്കെയാണ്? ആന, കാണ്ടാമൃഗം, കടുവ. സോ 10 രൂപ നോട്ടിൽ ഉള്ള ചിത്രങ്ങൾ ആരുടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 10 രൂപ നോട്ട് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ 1 എന്ന നമ്പർ ഓർക്കണം. 1 എന്ന നമ്പർ ഓർക്കുമ്പോൾ ഏതൊക്കെ മൃഗങ്ങൾ മനസ്സിൽ വരണം? ആന, കാണ്ടാമൃഗം, കടുവ. ഓക്കെ, ആന, കാണ്ടാമൃഗം ആൻഡ് കടുവ. അടുത്ത 20 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ 2 മനസ്സിൽ വരണം. 2 വ്യക്തികൾ, അല്ലെങ്കിൽ വ്യക്തികളല്ല, ഒരു വ്യക്തിയും, വ്യക്തിയല്ല, 2 പ്ലേസ് ആണ് കേട്ടോ. മൗണ്ട് ഹാരിയറ്റ് ആൻഡ് പോർട്ട് ബ്ലെയർ, 2 പ്ലേസ് ആണ് നമ്മൾ മനസ്സിൽ വരേണ്ടത്. 2 എന്ന സംഖ്യ മനസ്സിൽ വരണം. ഓക്കെ, 20 രൂപ നോട്ട് എടുക്കുന്ന കേസിൽ നമ്മൾ 2 എന്ന നമ്പറാണ് മനസ്സിൽ വരേണ്ടത്. അപ്പോൾ അവിടെ 2 ചിത്രങ്ങളാണ് 20 രൂപ നോട്ടിലുള്ളതെന്ന് നമ്മൾ ഓർമ്മിക്കണം. ദാറ്റ് ഈസ് ഏതൊക്കെയാണ്? മൗണ്ട് ഹാരിയറ്റ് ആൻഡ് പോർട്ട് ബ്ലെയർ. 20 രൂപ നോട്ടിൽ നമ്മൾ 2 ഓർമ്മിക്കുക. അപ്പോൾ 2 ചിത്രങ്ങളുണ്ടെന്ന് ഓർമ്മിക്കുക. മൗണ്ട് ഹാരിയറ്റ് ആൻഡ് പോർട്ട് ബ്ലെയർ, മൗണ്ട് ഹാരിയറ്റ് ആൻഡ് പോർട്ട് ബ്ലെയർ. ഇനി 50 രൂപ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നത്. ഇന്ത്യൻ പാർലമെന്റ് എന്നാണ് ആൻസർ. നമുക്ക് ഇന്ത്യൻ പാർലമെന്റിലോട്ട് പോകണമെങ്കിൽ, ഇന്ത്യൻ പാർലമെന്റ് വരെ പോകണമെങ്കിൽ 50 രൂപ വണ്ടിക്കൂലി കൊടുത്ത് പോകണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇത്തിരി രസകരമായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ 50 രൂപ വണ്ടിക്ക് കൊടുത്ത് പോയാലേ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇന്ത്യൻ പാർലമെന്റിൽ പോകാൻ പറ്റും. അപ്പൊ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ചേരണമെങ്കിൽ 50 രൂപ ചിലവഴിക്കണം. നമുക്ക് 50 രൂപയുണ്ടെങ്കിൽ നമുക്ക് പാർലമെന്റ് വരെ പോയിട്ട് വരാമെന്ന് ഓർമ്മിച്ചിരിക്കണം. ഓക്കെ, സോ 50 രൂപ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ്. ഇനി അടുത്ത് 100 രൂപ. 100 രൂപ പ്രത്യേകിച്ച് കോഡൊന്നുമില്ല. 100 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിമാലയ പർവ്വതം ജസ്റ്റ് പഠിച്ചിരിക്കുക. 100 രൂപ ഹിമാലയ പർവ്വതം, 100 രൂപ. ദെൻ 500 രൂപ. 500 രൂപയിൽ ഒരു ചെറിയൊരു കോഡുണ്ട്. ചെങ്കോട്ട. ചെങ്കോട്ട എന്ന് പറയുന്നത് എന്തുവാണ്? ഒരു കോട്ടയാണ്. ആ കോട്ട കെട്ടാൻ 500 ചെങ്കല്ല് വേണമെന്ന് ഓർത്തിരിക്കുക. 500 ചെങ്കല്ല് വേണം. എന്ത് കെട്ടാൻ? ചെങ്കോട്ട പണിയാൻ 500 ചെങ്കല്ല് അല്ലെങ്കിൽ 500 കട്ട വേണമെന്ന് ഓർത്തിരിക്കുക. 500 കല്ലുണ്ടെങ്കിൽ എന്ത് കെട്ടാം? ചെങ്കോട്ട കെട്ടാം. ഇനി 2000 രൂപ. ഇത് നല്ല സിമ്പിളാണ് കേട്ടോ.
നമുക്ക് നിലവിലുള്ള രൂപ നോട്ടുകളിൽ ഏറ്റവും മൂല്യമേറിയ ഒരു നോട്ടാണ് 2000 രൂപയുടെ നോട്ട്. അപ്പോൾ അതിന്റെ ചിത്രം എന്ന് പറയുന്നത് മംഗൾയാനാണ്. നമുക്കറിയാം മംഗൾയാൻ എന്ന് പറയുന്ന അതുപോലെ വലിയൊരു സ്കീം എന്ന് പറയുന്നത് എന്താണ്, കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ചിലവഴിച്ച് രൂപം കൊടുത്തിട്ടുള്ളൊരു സംഭവമാണ് മംഗൾയാൻ അല്ലേ. അപ്പോൾ നമ്മളെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിലയുള്ളത് 2000 രൂപ നോട്ടിനാണ്. ആ 2000 രൂപ നോട്ട് നമ്മൾ ഏതാണ്, മംഗൾയാൻ, ആ രീതിയിൽ ഓർമ്മിക്കുക. എന്താണ് മംഗൾയാൻ പോലുള്ള വലിയ വലിയ പദ്ധതികൾക്ക് ഒരുപാട് പൈസ ചെലവഴിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. സോ 2000 രൂപ എന്ന് പറയുമ്പോൾ ആ ഒരു മംഗൾയാന്റെ വലിയൊരു പിക്ചർ മനസ്സിൽ വരണം. അടുത്ത സബർമതി ആശ്രമം. സോ ഇത് ഞാൻ ഒരിക്കലും വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫസ്റ്റ് 5 രൂപ നോട്ട് എന്ന് പറയുന്നത് ആ ഓൾഡ് നോട്ട് എന്ന രീതിയിൽ കർഷകൻ ട്രാക്ട്. 10 രൂപ എന്ന് പറയുമ്പോൾ 1 എന്ന നമ്പർ ഫസ്റ്റ് പൊസിഷൻ, ആന, കാണ്ടാമൃഗം, കടുവ. 20 രൂപ എന്ന് പറയുമ്പോൾ 2 പിക്ചർ മനസ്സിൽ വരണം, മൗണ്ട് ഹാരിയറ്റ് ആറ്റ് പോർട്ട് ബ്ലെയർ. 50 രൂപ എന്ന് പറയുമ്പോൾ 50 രൂപ കാശ് കൊടുത്ത് നമ്മൾ ഇന്ത്യൻ പാർലമെന്റ് വരെ പോവേണ്ടി വരും എന്നുള്ളവർക്ക്. 100 രൂപ ഹിമാലയ പർവ്വതമാണ്. 500 രൂപ എന്ന് പറയുമ്പോൾ 500 ചെങ്കല്ല് കൊണ്ട് കോട്ട കെട്ടുന്ന കാര്യം ഓർക്കുക, ചെങ്കോട്ട. 2000 രൂപ മുടക്കി മംഗൾയാൻ പണിയുന്ന കാര്യവും ഓർക്കുക. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ്? അഹമ്മദാബാദിലാണ് അല്ലേ. അഹമ്മദാബാദിലാണ് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അഹമ്മദാബാദിന്റെ പഴയ പേരെന്താണ്? ഓൾഡ് നെയിം ഓഫ് അഹമ്മദാബാദ് എന്ന് പറയുന്നത് കർണാവതി. അപ്പൊ കർണാവതിയാണ് അഹമ്മദാബാദിന്റെ പഴയ പേര്. കർണാവതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് അഹമ്മദാബാദ്. അവിടെ ഉണ്ട് ഒരു ആശ്രമമല്ലേ, ഏതാശ്രമം? സബർമതി ആശ്രമം. അപ്പോ ഈ സബർമതി ആശ്രമം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ചിത്രം ആരുടേതാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയുടേതാണ്. സോ സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ്. സബർമതിയിലെ സന്യാസി ആരാണ്? ഗാന്ധിജിയാണ്. അടുത്ത് ഗാന്ധിജി വാർധയിൽ സ്ഥാപിച്ച ഒരു ആശ്രമമാണ് സേവാഗ്രാമം ആശ്രമം. ഗാന്ധിജി വാർധയിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? സേവാഗ്രാമം ആശ്രമം. പിന്നെ വേറൊരു ടോൾസ്റ്റോയ് ഫാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഗാന്ധിജി നമ്മുടെ ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ചൊരു ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം. ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്നത് ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ചൊരു ആശ്രമമാണ്. ഇനി അടുത്തത് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ DS കോത്താരി, ജോൺ സാർജന്റ്, ഡോക്ടർ S രാധാകൃഷ്ണൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ. സോ ദീസ് ആർ ദ ഓപ്ഷൻസ്. ആൻസർ ഏതാണ്? നമ്മുടെ ഡോക്ടർ S രാധാകൃഷ്ണനാണ് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ. നമുക്കറിയാം ഡോക്ടർ S രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വലിയൊരു അധ്യാപകനായിരുന്നു. അപ്പോ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ എന്നൊക്കെ വരുന്ന സമയത്ത് ഡോക്ടർ S രാധാകൃഷ്ണൻ ഓപ്ഷനിൽ കാണുമ്പോൾ ആ ഒരു അധ്യാപകന്റെ ചിത്രം കണ്ട് നമ്മൾ ആൻസർ ചെയ്യണം. പിന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ചോദിച്ചാലും രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഓക്കെ, രാധാകൃഷ്ണൻ കമ്മീഷനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. നെക്സ്റ്റ് അദ്ദേഹം തന്നെയാണ് വരുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷന്മാരാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹണ്ടർ കമ്മീഷൻ. ഈ ഹണ്ടർ കമ്മീഷനെ നിയമിക്കുന്നത് റിപ്പൺ പ്രഭുവാണ്. 1882 ഹണ്ടർ കമ്മീഷനെ നിയമിക്കുന്നത്. ആരാണ് നിയമിക്കുന്നത്? റിപ്പൺ പ്രഭു. ലോർഡ് റിപ്പൺ ആണ് 1882 ഹണ്ടർ കമ്മീഷനെ നിയമിക്കുന്നത്.
ഇനി അടുത്ത് പ്രാഥമിക വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യുന്നു. അത് യശ്പാൽ കമ്മിറ്റിയാണ്. പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് മുതലിയാർ കമ്മീഷൻ. അപ്പൊ ഈ രണ്ടിനും കൂടി നമ്മൾ ഒരു ചെറിയ കോഡായിട്ട് എന്ന് വെച്ചാൽ മുതലിയാർ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ. അവിടെ നമ്മൾ കൊച്ചു കുട്ടികളുടെ കാര്യമാണ് വരുന്നത് അല്ലേ. കൊച്ചു കുട്ടികളുടെ യശ്പാൽ കമ്മിറ്റി, പാൽ എന്ന് ഓർമ്മിച്ചിരിക്കുക. കൊച്ചു കുട്ടികളുടെ കേസെടുക്കുമ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസമാണ്, അപ്പോൾ കൊച്ചു കുട്ടികളാണ് പാലെന്ന് ഓർമ്മിച്ചിരിക്കുക, യശ്പാൽ കമ്മിറ്റി. അടുത്ത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അത് മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താണ് മെച്യൂർ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ മുതലിയാർ കമ്മീഷൻ, മുതലിയാർ എന്ന് കേൾക്കുന്ന ഒരു മെച്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യണില്ലേ. മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതാണ് മുതലിയാർ കമ്മീഷൻ. അടുത്തിനി നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ്. നമ്മളെ UPSC-ലൊക്കെ ഈ സംഭവം വുഡ്സ് ഡെസ്പാച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ബട്ട് നമ്മളുടെ PSC വരുന്ന സമയത്ത് ജസ്റ്റ് എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് മാത്രം പഠിച്ചാൽ മതി. 1854 വുഡ്സ് ഡെസ്പാച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഒരു 3 എലമെന്റ് നമുക്ക് പഠിക്കണം. പീരിയോഡിക് ടേബിൾ നമുക്കറിയാം. ഓക്കെ, 100ാമത്തെ എലമെന്റ് ആണ് ഇവിടെ ചോദിച്ചിരുന്നത്. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകം ഫെർമിയമാണ് 100ാമത്തെ മൂലകം. ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ നമ്മുടെ ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ചോദിക്കാറുണ്ട്. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ചോദിക്കുമ്പോൾ ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവാരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മോസ്ലി ആണ് ആൻസർ എഴുതേണ്ടത്. മോസ്ലി. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ചോദിക്കുമ്പോൾ മെൻഡലീഫ് ആണ് ആൻസർ. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഫെർമിയ ആണ്. പിന്നെ നമുക്ക് 2 എലമെന്റ് കൂടി പഠിക്കണം. അത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 99ാമത്തെ ഒരു മൂലകം, പിന്നെ ഒരു 101ാമത്തെ മൂലകം. ഈ 3 പഠിച്ചാൽ മതി. 99, 100, 101. 99 ഏതാണ്? ഐൻസ്റ്റീനിയ. 100ാമത്തേത് ഫെർമിയ ആണ്. 101ാമത്തേത് മെൻഡലൈവിയ. പിന്നെ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീന് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന വർഷം 1921 ഫിസിക്സിലുള്ള നോബൽ സമ്മാനമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് ഐൻസ്റ്റീന് കിട്ടുന്നത് 1921. അർഹതയില്ലാത്ത പദവിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് എതിരെ നൽകാവുന്ന റിട്ട്. നമുക്ക് അറിയാലോ, കുറച്ച് റിട്ടുകൾ ഉണ്ടല്ലേ. കോവാറന്റോ, മാൻഡാമസ്, ഹാബിയസ് കോർപ്പസ്, സെഷ്യൂട്ടറി അല്ലെ, മാൻഡാമസ്, അങ്ങനെയൊക്കെ. അപ്പൊ അതിലൊരു റിട്ടാണ് കോവാറന്റോ എന്ന് പറയുന്നത് അർഹതയില്ലാത്ത പദവിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് എതിരെ നൽകാവുന്ന റിട്ടാണ്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ ചില അഴിമതി തരങ്ങളൊക്കെ കാണിച്ച് ഉദ്യോഗസ്ഥങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അവരുടെ ആ ഒരു അർഹത ഇല്ലാതാക്കുന്ന ഒരു റിട്ടാണ് കോവാറന്റോ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിത് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി കോവാറന്റോ എന്ന വാക്കിന്റെ മീനിങ് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. കോവാറന്റോ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തുവാണ്? എന്തധികാരം. എന്താണ് കോവാറന്റോയുടെ മീനിങ്? ആണ് എന്ത് അധികാരം, എന്തധികാരം. കോവാറന്റോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മീനിങ് എന്താണ് വരുന്നത്? മനസ്സിൽ വരാനുള്ള മീനിങ് എന്തധികാരം. സോ എന്തധികാരത്തിലാണ് ആ ഉദ്യോഗസ്ഥൻ ആ ഇരിപ്പിടത്തിൽ കയറിയിരിക്കുന്നത് എന്ന ആ ഒരു ഇമേജ് മനസ്സിൽ വരികയാണെങ്കിൽ നമുക്ക് ഇതിന്റെ എക്സാക്റ്റ് മീനിങ് കിട്ടും. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് എന്ത്? കോവാറന്റോ റിട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് റിട്ടുകൾ? ചെറിയൊരു ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്. എന്താണ് റിട്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
നമ്മുടെ മൗലികാവകാശങ്ങളില്ലേ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഒരു സമൂഹത്തില് ഒരു എന്തുവാണ്, ഒരു ഇന്ത്യയില് നമ്മള് പൗരന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുള്ള കുറച്ച് മൗലികമായിട്ടുള്ള ബേസിക് റൈറ്റ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് ടോട്ടൽ? റൈറ്റ് ടു റിലീജിയൻ, ഇക്വാലിറ്റി, അങ്ങനെ ഒരു 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത്തരം മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. അതിലൊരു റിട്ടാണ് നമ്മൾ പഠിച്ചത്, ഏത്? കോ വാറന്റോ, എന്തധികാരം. ഇനി റിട്ട് എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്ന്? അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. റിട്ട്, ബ്രിട്ടൻ, ഒരു ഇട്ട എന്നില്ലേ, ഇട്ട. സോ റിട്ട് എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടൻ, റിട്ട് ബ്രിട്ടൻ എന്ന് ഓർമ്മിക്കാം. ഇനി മൻജാമാസ് എന്ന് പറയുന്നത് അനദർ റിട്ടാണ്, വേറൊരു റിട്ടാണ് മൻജാമാസ്. മൻജാമാസ് എന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആജ്ഞ. ആജ്ഞ എന്നുള്ള രീതിയിലാണ് മൻജാമാസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും പിന്നെ സെഷ്യോറ്ററി, ഇതൊരു മൂന്നാമത്തെ റിട്ടാണ്, സെഷ്യോറ്ററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടിനെയാണ് നമ്മൾ സെഷ്യോറ്ററി എന്ന് പറയുന്നത്. ഒരു കേസിനെ കീഴ്ക്കോടതിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നു. അതിനാണ് നമ്മൾ സെഷ്യോറ്ററി എന്ന് പറയുന്നത്. ഇനി നമ്മൾ റിട്ട് 2 തരത്തിൽ പുറപ്പെടുവിക്കാറുണ്ട്. നമുക്കറിയാം, സുപ്രീം കോർട്ടും ഉണ്ട്, ഹൈക്കോർട്ടും ഉണ്ട് അല്ലേ? ഇതില് നമ്മുടെ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 32-ാം അനുച്ഛേദ പ്രകാരമാണ്, സുപ്രീം കോർട്ട്. ബട്ട് ഹൈക്കോർട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നത് 226-ാം അനുച്ഛേദം അനുസരിച്ചിട്ടാണ്. സോ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 32-ാം അനുച്ഛേദ പ്രകാരമാണ്. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 226-ാം അനുച്ഛേദം അനുസരിച്ചാണ്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക്. ഓക്കെ, എന്താണ്? ഇന്ത്യക്കാർക്ക് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് പറഞ്ഞത്. ഇവിടെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് ദയാനന്ദ സരസ്വതിയെ കുറിച്ചാണ്. ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ പിതാമഹൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്താണ്? ഇന്ത്യയുടെ പിതാമഹൻ എന്നാണ് സ്വാമി ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നത്. ആരാണ് ഇന്ത്യയുടെ പിതാമഹൻ? അദ്ദേഹത്തിന്റെ റിയൽ നെയിം എന്ന് പറയുന്നത് മൂൽ ശങ്കർ തിവാരി. മൂൽ ശങ്കർ തിവാരി എന്നാണ് സ്വാമി ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നത്. മൂൽ ശങ്കർ തിവാരി സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്ത, ഇദ്ദേഹം വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തു. അപ്പോൾ വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സത്യാർത്ഥ പ്രകാശത്തിന്റെ രചയിതാവ് ചോദിച്ചാലും ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സത്യാർത്ഥ പ്രകാശത്തിന്റെ രചയിതാവ്. പിന്നെ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. നമ്മുടെ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് എവിടെ നിന്നാണ്? ടിബറ്റിൽ നിന്നാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്നാണ് സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞത്. ഇനി ഒരു കെമിക്കൽ നൈമാണ് ക്ലോറോ അസറ്റോഫിനോൺ. ക്ലോറോ എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലീച്ചിങ് പൗഡർ, കണ്ണീർവാതകം, പാരസെറ്റമോൾ, ആസ്പിരിൻ. എൻ്റെ ആൻസർ കണ്ണീർവാതകം. ഓക്കെ, ക്ലോറോ അസറ്റോഫിനോൺ എന്ന് പറയുന്നത് എന്തുവാണ്? കണ്ണീർവാതകത്തെയാണ് സൂചിപ്പിക്കുന്നത്.
ഇനി നമ്മളുടെ DDT അറിയാലോ, അതിന്റെ ഫുൾ ഫോം എന്തുവാണ്? ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ. നമ്മൾ ആ ഒരു ട്യൂണിൽ പഠിച്ചു വെച്ചിരിക്കുക, ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ. വിഡ്ഢികളുടെ സ്വർണ്ണം ഏതാണ്? വിഡ്ഢികളുടെ സ്വർണം അയൺ പൈറൈറ്റ്. അപ്പോൾ അയൺ പൈറൈറ്റിനെയാണ് നമ്മൾ വിഡ്ഢികളുടെ സ്വർണം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്ന നഗരം ചെന്നൈ. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് ചെന്നൈയിലാണ്. ബട്ട് കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിൽ പത്തനംതിട്ട, ഇന്ത്യയിൽ ചെന്നൈ. ഇനി എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്തുവാണ്? അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇനി നമ്മൾ എയ്ഡ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാഷണൽ ലെവലിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അത് എന്നാണെന്നാണ് 1987 നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാണ് 1987 നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം. ഈ ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. ഇനി എയ്ഡ്സ് രോഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റ് നടത്തും. എലൈസ ടെസ്റ്റ് എന്നാണ് ആ ടെസ്റ്റിന്റെ പേര്. എലൈസ ടെസ്റ്റ്. അതിന്റെ ഫുൾ ഫോം ഇതാണ്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. ഇത്തിരി ഹയർ ലെവലുള്ള എക്സാമിനൊക്കെ നമുക്കത് പ്രതീക്ഷിക്കാം. എലൈസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ, ദാറ്റ് ഈസ് എലൈസ. എലൈസ ടെസ്റ്റ് ഫോർ ഡിറ്റക്ടിങ് എയ്ഡ്സ് ഡിസീസ്. ലോക എയ്ഡ്സ് ദിനം December 1. വേറെ കുറച്ച് ടെസ്റ്റുകൾ കൂടിയുണ്ട് എയ്ഡ്സ് നിർണ്ണയിക്കാൻ. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, നേവ ടെസ്റ്റ്, സോർട്ട് ടെസ്റ്റ്. മൊത്തം 4 ടെസ്റ്റ് ഉണ്ട്. എലൈസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, നേവ ടെസ്റ്റ് ആൻഡ് സോർട്ട് ടെസ്റ്റ്. സോർട്ട്. ഇനി ഏത് വർഷമാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്? ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 1992. 1992 പട്ടികജാതി പട്ടികവർഗം. 2 ഉണ്ട്, പട്ടികജാതിയും പട്ടികവർഗവും. SC ST ഉണ്ട്. സോ 2. ഓക്കെ. 1992 SC ST കമ്മീഷൻ, നാഷണൽ SC ST കമ്മീഷൻ നിലവിൽ വരുന്നത്. ഡെക്കാൻ മാൾവ പീഠഭൂമികളെ വേർതിരിച്ചുകൊണ്ട് മധ്യത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഡെക്കാൻ മാൾവ പീഠഭൂമികളെ വേർതിരിച്ചുകൊണ്ട് അതിന്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ നദി. അപ്പോ ഡെക്കാന്റെയും മാൾവ പീഠഭൂമിയുടെയും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ നദി. നർമ്മദ നദി. നർമ്മം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒഴുകിപ്പോകുന്ന നദിയായിട്ട് സങ്കല്പിക്കുക, നർമ്മദ നദി. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. എന്താണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്? ജോർജ് 5 രാജാവും മേരി രാജ്ഞിയും 1911 നടത്തിയ ഇന്ത്യ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിക്കപ്പെട്ട സ്മാരകം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അവിടെ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ജോർജ് 5 രാജാവും മേരി രാജ്ഞിയും 1911 നടത്തിയൊരു ഇന്ത്യ വിസിറ്റിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ഈ ലോക്സഭ അംഗങ്ങൾ മാത്രമുള്ള പാർലമെന്ററി ധനകാര്യ കമ്മിറ്റി ഏതാണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് ആൻസർ. എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ആ കമ്മിറ്റിയിൽ ആരൊക്കെ ഉള്ളൂ? ലോക്സഭ അംഗങ്ങൾ മാത്രമുള്ള പാർലമെന്ററി ധനകാര്യ കമ്മിറ്റി. ലോക്സഭ അംഗങ്ങൾ മാത്രമുള്ള പാർലമെന്ററി ധനകാര്യ കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നത്. എസ്റ്റിമേറ്റ് കമ്മിറ്റി പർട്ടിക്കുലർ എസ്റ്റിമേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താണ്? പർട്ടിക്കുലർ അംഗങ്ങൾ മാത്രമേ അതിലുള്ളൂ, മീൻസ് ലോക്സഭാംഗങ്ങളാണ്.
ഒരു പാർലമെന്ററി ധനകാര്യ കമ്മിറ്റി കൂടിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. കുറച്ച് വർഷങ്ങളുണ്ട് കേട്ടോ, നമ്മൾ പഠിച്ചിരിക്കണം. കുറച്ച് കമ്മീഷനുകൾ അവ സ്ഥാപിതമായിട്ടുള്ള വർഷം. ഇത് നമ്മൾ ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നാണ് SC/ST 1992. അപ്പോൾ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ആണ്. ഇനി ദേശീയ പട്ടികജാതി ഷെഡ്യൂൾഡ് കാസ്റ്റ് SC കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ 2004, പട്ടികവർഗ കമ്മീഷൻ 2004. രണ്ട് സെയിം ആണ്, ഡൗട്ട്സ് ഇല്ലല്ലോ. 1992 നമ്മൾ ആദ്യമേ പറഞ്ഞു ദേശീയ പട്ടികജാതി പട്ടിക കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ. 2004 സെയിം, ദേശീയ പട്ടികജാതി കമ്മീഷൻ വന്നു, ദേശീയ പട്ടികവർഗ കമ്മീഷൻ വന്നു. ഈ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993. നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദേശീയവും കേരളവും വരുമ്പോൾ നമുക്ക് എന്ത് വരും? ഡൗട്ട് വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ട്രെസ് ചെയ്ത് പഠിക്കുക ജസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഇവിടെ ക്ലിയർ ആയി. മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് 1993 1993 മനുഷ്യാവകാശ കമ്മീഷൻ 1993. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്. അതിലെ ഇത് 1993 നമ്മൾ പഠിച്ചു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC 1993 ആണ്. അടുത്ത് സ്റ്റേറ്റ് HRC എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ 1998. അപ്പോൾ 1993 ദേശീയ ലെവലിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടതിന് ശേഷം ഒരു എത്ര വർഷം, ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് കേരളത്തിൽ അത് വരുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് 1998. അടുത്ത ദേശീയ വനിതാ കമ്മീഷൻ വരുന്നത് 1992. അത് സംസ്ഥാന വനിതാ കമ്മീഷൻ ആകുമ്പോൾ 1996. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ, നാഷണൽ വനിതാ കമ്മീഷൻ വരുന്നത് 1992. ദെൻ സംസ്ഥാന വനിതാ കമ്മീഷൻ 1996. എപ്പോഴും ഓർമ്മിക്കുക, അത് നമ്മൾ നാഷണൽ ലെവലിൽ ഒന്ന് വന്നതിന് ശേഷം കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ് ലെവലിൽ അത് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ 1992, സംസ്ഥാന വനിതാ കമ്മീഷൻ 1996. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ഇവിടെ എളുപ്പമായി, രണ്ടും സെയിം ഇയർ ആണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും പിന്നോക്ക വിഭാഗ കമ്മീഷനും, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും പിന്നോക്ക വിഭാഗ കമ്മീഷനും രണ്ടും ഇത്തിരി സെയിം ടേംസ് അല്ലേ? ന്യൂനപക്ഷം, പിന്നോക്ക വിഭാഗം സെയിം ആണ് മീനിങ്, ബട്ട് ഒബ്ജക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. ബട്ട് ആ ഒരു ടേം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ന്യൂനപക്ഷ കമ്മീഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ രണ്ടും എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് 1993. നമുക്ക് കുറച്ച് മലയാളം ഗ്രാമറാണുള്ളത്, കുറച്ചേ ഉള്ളൂ. നാമം, ദ്രവ്യനാമം, പിന്നെ ഇതില്ലേ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. എന്താണ് നാമം? നാമം മീൻസ് നൗൺ. ഒരു ദ്രവ്യത്തിന്റെയോ ക്രിയയുടെയോ ഗുണത്തിന്റെയോ പേരായ ശബ്ദമാണ് നാമം. നമുക്ക് എക്സാമ്പിൾ വൈസ് നമുക്ക് പഠിക്കാം, ജസ്റ്റ് ഈസി ആയിരിക്കും. നാമം മീൻസ് ഉദാഹരണം രാജൻ, രാമു, വായു, അഗ്നി, സുരേഷ്, രാജു, പിന്നെന്താ സീത, ഇങ്ങനെയല്ലേ ചോക്ക്, അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള അതിനെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. പിന്നെ ഗുണം പറയുന്നുണ്ട്.
ബ്യൂട്ടി, അങ്ങനെ സൗന്ദര്യം, എന്താണ് വൈറ്റ്, ബ്ലാക്ക്, അങ്ങനെയൊക്കെ വരില്ലേ, അതിനെ നമ്മൾ നാമത്തിൽ തന്നെയാണ് പറയുന്നത്. ഓട്ടം, ചാട്ടം, അത് ക്രിയ നാമം എന്നൊക്കെ പറയും. സോ നമ്മൾ നാമത്തിനെ 3 വിധത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ദ്രവ്യനാമം, ക്രിയാനാമം ആൻഡ് ഗുണനാമം. ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ഫസ്റ്റ് നാമം എന്ന് പറയുന്നത് ദ്രവ്യനാമം. ദ്രവ്യവംശ എന്ന് പറയുന്നത് ഒരു വസ്തുക്കളുടെ പേരായ ശബ്ദത്തെയാണ് നമ്മൾ ദ്രവ്യനാമം കൊണ്ട്, ദ്രവ്യം അറിഞ്ഞൂടെ, ഒരു പർട്ടിക്കുലർ മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനാണ് നമ്മൾ ദ്രവ്യം എന്ന് പറയുന്നത്. വസ്തുക്കളുടെ പേരായ ശബ്ദമാണ് ദ്രവ്യനാമം. ഉദാഹരണം കൊടുത്തിട്ടുള്ളത് പേന, കസേര, മേശ. പേന, കസേര, മേശ. ഇനി നമ്മൾ ദ്രവ്യത്തിനെ തന്നെ വീണ്ടും 4ആയിട്ട് തിരിക്കുന്നുണ്ട്. ദ്രവ്യനാമത്തെ 4ആയിട്ട് തിരിക്കുന്നുണ്ട്: സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. ഏതെയാണ്? ഫസ്റ്റ് നമ്മൾ നാമത്തിന് 3ആയിട്ട് തിരിച്ചു: ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ദ്രവ്യനാമത്തെ നമ്മൾ 4ആയിട്ട് തിരിക്കുന്നു: സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. ഫസ്റ്റ് സംജ്ഞാനാമം. ഒരു പ്രത്യേക വ്യക്തിയുടെയോ ഒരു പ്രത്യേക വസ്തുവിൻ്റെയോ നാമമാണ് സംജ്ഞാനാമം. അതായത് ഒന്നിന്റെ പേരിനെ സൂചിപ്പിക്കുന്നു. ഒരു പേരില്ലേ, ഭാരതപ്പുഴ, രാമായണം, ഖുറാൻ, ശിവൻ, രാമു, അങ്ങനെയൊക്കെ ഒരു പേരിനെ സൂചിപ്പിക്കുന്നതാണ് സംജ്ഞാനാമം എന്ന് പറയുന്നത്. സാമാന്യനാമം എന്ന് വെച്ചാൽ ഒരേ വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടത്തെയാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. അതായത് പുഴ, മൃഗം, മനുഷ്യൻ. മനുഷ്യൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വർഗമാണ്, ഒരു കൂട്ടമാണ് അല്ലേ. മൃഗം എന്ന് ഉദ്ദേശിച്ചാലും എല്ലാം കൂടി അതിൽ വരും, ഒരു കമ്മ്യൂണിറ്റി വൈസ് ആയിട്ട്. പുഴ എന്ന് പറഞ്ഞാലും ഒരേ വർഗം. അപ്പൊ പുഴ, മൃഗം, മനുഷ്യൻ, അതൊക്കെയാണ് സാമാന്യനാമം. കോമൺ നാമം എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ മേനാമം. മേനാമം എന്ന് വെച്ചാൽ ജാതിയോ വ്യക്തിയോ ഏതെന്ന് സൂചിപ്പിക്കാൻ കഴിയാത്തതിനെ കുറിക്കുന്ന നാമമാണ് മേനാമം. നമ്മള് വെയില്, മഞ്ഞ്, ഇരുട്ട്, ഇതിനൊക്കെ നമ്മൾ ജാതിയോ എന്തെങ്കിലും സൂചിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനത്തെ നാമത്തെ നമ്മൾ മേയനാമം എന്ന് പറയുന്നത്. ജാതിയോ വ്യക്തിയോ ഏതെന്ന് സൂചിപ്പിക്കാൻ പറ്റൂല. ഇപ്പം ഇരുട്ടെടുക്കുകയാണ്, ഇരുട്ടിന്റെ ജാതി നമുക്ക് പറയാൻ പറ്റുമോ? ഒരു വ്യക്തിയായിട്ട് ആണോ അത് പറയുന്നത്? അല്ലല്ലോ. അത്തരം തിങ്സിനെ നമ്മൾ മേയനാമം എന്ന് പറയുന്നു. മേയനാമം. മേയ, യ, വെയിലെന്ന് ഓർമ്മിക്കുക, ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. മേയനാമ, യ, വെയിൽ ഓർമ്മിക്കുക, നമ്മൾ മഞ്ഞ് ഓർക്കും അല്ലേ. വെയില്, മഞ്ഞ്, പിന്നെ ഇരുട്ട്, അങ്ങനെയൊക്കെ. പിന്നെ സർവനാമം നാമത്തിന് പകരം നിൽക്കുന്ന, നാമത്തിന് പകരം നിൽക്കുന്ന പദമാണ് സർവനാമം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം രാമു എന്ന് പറയും. രാമുവിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സർവനാമമാണ് ഏത്? ഹി. സീതയ്ക്ക് പകരം എന്ത്? ഷീ ഉപയോഗിക്കൂലേ. അവൻ, അവൾ, അത്, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ് സർവനാമം എന്ന് പറയുന്നത്. ഈ സർവനാമത്തിനെ നമ്മൾ 3ആയിട്ട് വീണ്ടും തിരിക്കും. ഏതൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അതിൽ മലയാളത്തിൽ നമ്മൾ ഉത്തമ പുരുഷൻ എന്നാണ് ഫസ്റ്റ് പേഴ്സണെ പറയാം. ഉത്തമ പുരുഷൻ എന്ന് പറയുമ്പോൾ ഐ, ഞാൻ, ഞങ്ങൾ, നാം, നമ്മൾ. ഒരു വ്യക്തി തന്നെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നാമപദങ്ങളാണ് ഉത്തമ പുരുഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ. ഇപ്പൊ ക്ലിയർ ആയല്ലോ ഉത്തമ പുരുഷൻ. ദെൻ മധ്യമ പുരുഷൻ. മധ്യമ പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ യു ആണ് വരുന്നത്. യു. യു, നീ, നിങ്ങൾ, അങ്ങ്, അവിടുന്ന്. അപ്പൊ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അയാളെ കുറിക്കുന്ന നാമപദങ്ങളാണ് മധ്യമ പുരുഷൻ. അടുത്ത് വരുന്നത് പ്രഥമ പുരുഷൻ. പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹി, ഷീ, ഇറ്റ്, ദേ, അങ്ങനെയൊക്കെ വരുന്നതാണ് പ്രഥമ പുരുഷൻ. മറ്റൊരാളെയോ മറ്റൊരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴാണ്
നമ്മൾ പ്രഥമ പുരുഷൻ ഉപയോഗിക്കുന്നത്. സോറി കൂടെ പറയാം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഉത്തമ പുരുഷൻ, ഐ ഞാൻ, ഞങ്ങൾ, ആ ഒരു മീനിങ് ആണ്. സെക്കൻഡ് വരുമ്പോൾ മധ്യമ പുരുഷൻ, അത് യു നീ, നിങ്ങൾ, അങ്ങ്, അവിടുന്ന്, അങ്ങനെയൊക്കെയാണ്. മൂന്നാമത്തേത് പ്രഥമ പുരുഷൻ, എങ്ങനെയാണ് ഹി, ഷീ, ഇറ്റ്, ദേ, അങ്ങനെ വരും. ഇനി ഗുണനാമം. ഗുണനാമം എന്ന് പറയുന്നത് ഒരു എന്തിന്റെയെങ്കിലും ഒന്നിന്റെ നിറത്തെയോ തരത്തെയോ സ്വഭാവത്തെയോ കുറിക്കുന്ന ഗുണം. ഒരു ഗുണം ഉണ്ടാവും. അതായത് വെളുപ്പ് എന്ന് പറയുന്ന ഒരു ഗുണമാണ്. തടിച്ച, മെലിഞ്ഞ, കറുത്ത, മിടുക്കൻ, ബുദ്ധിമതിയായ, അങ്ങനെയൊക്കെ വരുന്നില്ലേ? അതിനെ ഒരു ഗുണം, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഗുണത്തിനെയാണ് നമ്മൾ സൂചിപ്പിക്കുകയാണ് ഗുണനാമം അത് സൂചിപ്പിക്കുന്നത്. ദെൻ ക്രിയാനാമം. ക്രിയകൾ അറിയാലോ നമുക്ക്, വെർബുകൾ, ഓടുക, ചാടുക, പഠിക്കുക. ആ ക്രിയേനെ നമ്മൾ ക്രിയാനാമം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇപ്പം ചാടുക, അത് ക്രിയാനാമം എങ്ങനെയാവുന്നു? ചാടുക എന്നത് ചാട്ടം ആവുമ്പം ക്രിയാനാമമാകുന്നു. ചാട്ടം, ഓട്ടം, അങ്ങനെയൊക്കെ, നടത്തം, അതിനെയൊക്കെ നമ്മൾ ക്രിയാനാമം എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ക്ലിയർ ആയല്ലോ? സോ 3 നാമങ്ങളുമായി ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. പിന്നെ ഇവിടെ വർണ്ണത്തെക്കുറിച്ചും അക്ഷരത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വർണ്ണം എന്താണ്? ഭാഷയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് വർണ്ണം. അക്ഷരങ്ങളെ പിരിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം. ഉദാഹരണം പറഞ്ഞാല് ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് ആണ് വർണ്ണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചായ എങ്ങനെ പിരിച്ചെഴുതാം? ച് പ്ലസ് ആയാണ് ച. ക എങ്ങനെയാണ്? ക് പ്ലസ് ആ. സോ ഇതില് വർണ്ണം ഏതാണെന്ന് ചോദിച്ചാൽ ആ ഒരു വർണ്ണമാണ്, ക് ഒരു വർണ്ണമാണ്, ച് ഒരു വർണ്ണമാണ്. സോ ഇത്തരത്തിൽ ഒരു അടിസ്ഥാന സ്മാളസ്റ്റ് യൂണിറ്റ്, അതിനെയാണ് നമ്മൾ വർണ്ണം എന്ന് പറയുന്നത്. ഇനി അക്ഷരം എന്ന് പറയുമ്പോൾ അറിയാം ഏതൊക്കെയാണ്? ക, പ, മ, സ, ക എല്ലാം വരും. ഉച്ചരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ശബ്ദ ഘടകമാണ് അക്ഷരം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉച്ചരിക്കാൻ കഴിയും. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ആന്റണി, അക്ഷരത്തിന്റെ ഓപ്പോസിറ്റ് ക്ഷരം. അപ്പോഴ് നമ്മുടെ ആതിര പറഞ്ഞിട്ടില്ലായിരുന്നു അക്ഷരത്തിന്റെ മീനിങ് എന്തുവാണ്? നശിക്കാത്തത്. ക്ഷരം മീൻസ് നശിക്കുന്നത്. അതുപോലെ ഞാൻ അവിടെ വേറൊരു മീനിങ് കൂടെ പറയുന്നത് ഉച്ചരിക്കാൻ കഴിയുന്ന. ആ ഒരു മീനിങ്ങിൽ നമ്മൾ അക്ഷരത്തെ പറയാറുണ്ട്. ഇനി കുറച്ച് ഭൗമ സമാന ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്നർ പ്ലാനറ്റ്സ്, ഔട്ടർ പ്ലാനറ്റ്സ്, ഗ്യാഷ്യസ് പ്ലാനറ്റ്സ്, ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് എത്ര 8 ഗ്രഹങ്ങളില്ലേ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ, അങ്ങനെ ഒരു 8 ഗ്രഹങ്ങളില്ലേ? അതില് നമ്മൾ പ്ലാനറ്റ്സിനെ 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യും. അതായത് ഇന്നർ പ്ലാനറ്റ്സും ഔട്ടർ പ്ലാനറ്റ്സും. അതിൽ നമ്മൾ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഈ 4 എണ്ണം വരും. ഇത് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. അതായത് ഇന്നർ പ്ലാനറ്റ്സ് എന്ന് വെച്ചാൽ സൂര്യന് തൊട്ടടുത്തുള്ള ഗ്രഹങ്ങൾ. അകത്ത്, ഇന്നർ വെച്ചാൽ അകത്തല്ലേ, അകത്ത്. ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയുമ്പോൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ഈ 4 ഗ്രഹങ്ങളാണ് ഇന്നർ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഭൗമ സമാന ഗ്രഹങ്ങൾ, ഭൂമിയെ പോലെ ഭൂമിയുടെ സാദൃശ്യമുള്ള ഗ്രഹങ്ങൾ എന്ന രീതിയിലും അതിനെ പറയാറുണ്ട്. സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ ജോവിയൻ ഗ്രഹങ്ങൾ എന്നൊക്കെ പറയും. വ്യാഴത്തിനെ പോലെ വ്യാഴ സദൃശമായ ഗ്രഹങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ ഗ്യാഷ്യസ് ഗ്രഹങ്ങൾ എന്നും പറയാറുണ്ട്. അത് ബാക്കിയുള്ള 8 ഗ്രഹങ്ങളെ ബാക്കി ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഈ 4 ഗ്രഹങ്ങൾ ഏതിൽ വരും? ആ കാറ്റഗറിയിൽ വരും. ഗ്യാഷ്യസ് അല്ലെങ്കിൽ ഔട്ടർ പ്ലാനറ്റ്സ് എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഭൗമ സമാന ഗ്രഹങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഭൂമിക്ക് അടുത്തുള്ള 4 ഗ്രഹങ്ങൾ, ഭൂമി ഉൾപ്പെടെ 4 ഗ്രഹങ്ങളാണ് വരുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ദെൻ പ്ലേറ്റ് ടെക്ടോണിക്സ്, ഫലക ചലനങ്ങൾ അറിയാലോ. ഫലക ചലനങ്ങൾ, നമ്മുടെ ഭൂമിയിലുള്ള എർത്ത് ക്രസ്റ്റ് എപ്പോഴും ഒരു ഡൈനാമിക് സ്റ്റേറ്റിലാണ്. അതായത് ഒരു ഫലകങ്ങളില്ലേ, അതെപ്പോഴും ഒരു എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും അതിന്റെ പൊസിഷൻസ്. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ് പറയുന്നത്.
സോ നമ്മുടെ എർത്തിന്റെ സർഫസ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. നമുക്കത് അറിയാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് പൊസിഷൻ ചേഞ്ചസ് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പ്ലേറ്റ് ടെക്ടോണിക്സ് ഫലക ചലനങ്ങൾ സാധിക്കുന്ന ആ ഒരു പ്രോസസ്സ് കാണിക്കുന്ന ഏക ഗ്രഹം ഭൂമിയാണ്. ഇത്തരത്തിലുള്ള പ്ലേറ്റ് ടെക്ടോണിക്സ് ഭൂമിയിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഭൂമി കുലുക്കം, വോൾക്കാനോസ്, ഇതെന്താണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അതൊക്കെ ഉണ്ടാവുന്നത് ഇതിന്റെ ഫലമായിട്ടാണ്, സുനാമിയൊക്കെ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്, റോമൻ ഗ്രീക്ക് പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത പേരുള്ള ഏക ഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയാണ്, എർത്ത്. ബാക്കി ഗ്രഹങ്ങൾ മാർസ്, വീനസ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അതെല്ലാം തന്നെ ആ ഒരു പേരുകളുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രീക്ക് വേർഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ റോമൻ നമ്മുടെ എന്തുവാണ് ഇതില്ലേ ദേവന്മാര്, അവർ വെച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള റോമൻ ഗ്രീക്ക് പേരുകളായിരിക്കും. പക്ഷെ എർത്ത് എന്ന് പറയുന്ന നമ്മുടെ ഭൂമിയുടെ പേര് അങ്ങനെ ഒന്നും അല്ലാത്തൊരു പേരാണ്, ഗ്രീക്കും അല്ല റോമനും അല്ല. ഇനി ഗ്രഹങ്ങളിൽ വനിതാ നാമമുള്ള ഏക ഗ്രഹം വീനസ് ആണ്, വീനസ്. വീനസോ വീന എന്നൊക്കെ ഓർത്ത്, വീന എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ പേരായിട്ട് ഓർമ്മിച്ചിരിക്കുക. ഗ്രഹങ്ങളിൽ വനിതാ നാമമുള്ള ഗ്രഹം ഏതാണ്? വീനസ് ആണ്. കുജൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചൊവ്വ. എന്താണ് കുജൻ? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതും ചൊവ്വയാണ് അല്ലെ. നീലഗ്രഹം ഭൂമി, തിളക്കമുള്ളത് ശുക്രൻ. നമ്മുടെ ഭൂമിക്ക് എന്താണ്, ഭൂമിക്ക് സമാനമായിട്ടുള്ള ഗ്രഹം നമ്മൾ ശുക്രനാണ് പറയാറ്. സാധാരണ തിളക്കമുള്ള ഗ്രഹം എന്നൊക്കെ ശുക്രനാണ് പറയാറ്. ഏറ്റവും കൂടുതൽ താപവ്യതിയാനം അനുഭവപ്പെടുന്നത് ബുധനിലാണ്. അതിന്റെ റീസൺ എന്താണ്? നമുക്കറിയാം, സൂര്യന്റെ ക്ലോസസ്റ്റ് പ്ലാനറ്റ് ആണ് ബുധൻ, മെർക്കുറി. സോ അവിടെ ടെമ്പറേച്ചർ വേരിയേഷൻസ് കൂടുതൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. സോ ദാറ്റ്സ് വൈ ബുധനിൽ ഏറ്റവും കൂടുതൽ താപവ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗ്യാഷ്യസ് പ്ലാനറ്റ്സ്, അതിന്റെ മലയാളം ടേമാണ് വാതക ഭീമന്മാർ. അതിനാണ് യുറാനസ്, നെപ്റ്റ്യൂൺ, വ്യാഴം, ശനി വാതക ഭീമന്മാർ, അല്ലെങ്കിൽ എന്താണ് ഔട്ടർ പ്ലാനറ്റ്സ്. ഇതിലും കുറച്ച് മലയാളം ഗ്രാമറാണ്. ക്രിയ അറിയാമല്ലോ. ക്രിയ എന്താണ്? ക്രിയ വെർബല്ലേ. ക്രിയ നമ്മൾ രണ്ടായിട്ട് തിരിക്കും, സകർമ്മക ക്രിയയെന്നും അകർമ്മക ക്രിയയെന്നും. സകർമ്മക ക്രിയ എന്ന് പറയുമ്പം കർമ്മം ഉള്ളതാണ്. ഒരു സെന്റൻസ് എടുക്കുമ്പം അതിൽ നമ്മൾ കർമ്മം ഉണ്ടെങ്കിൽ ആ ക്രിയ നമ്മൾ സകർമ്മക ക്രിയ എന്ന് പറയും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആരെ, എന്തിനെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ആൻസർ കിട്ടും. അതിനാണ് നമ്മൾ സകർമ്മക ക്രിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ സകർമ്മക ക്രിയ ഡിഫൈൻ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, സകർമ്മക ക്രിയയിൽ എന്ത് കാണും? ഒരു കർമ്മം കാണും, ഒബ്ജക്റ്റ് കാണും. രണ്ടാമത്തേത്, ഒരു ക്രിയ സകർമ്മക ക്രിയ ആണെങ്കിൽ ആരെ, എന്തിനെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ളൊരു ഉത്തരം കിട്ടും. ഉദാഹരണത്തിന്, അധ്യാപിക കുട്ടിയെ അടിച്ചു. ഇവിടെ കർമ്മം ഉണ്ട് അല്ലേ? കുട്ടിയാണ് ഇവിടുത്തെ കർമ്മം. കുട്ടിയെയല്ലേ അടിച്ചത്. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു നോക്കാം. അധ്യാപിക ആരെയാണ് അടിച്ചത്? കുട്ടിയെയാണ് അടിച്ചത്. ഉത്തരം കിട്ടിയില്ലേ? അടുത്തത്, എന്തിനെയാണ് അടിച്ചതെന്ന് ചോദിച്ചാലും കുട്ടിയെ തന്നെയാണ്. അപ്പൊ രണ്ടിന്റെ ആൻസർ കിട്ടി. സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. അമ്മ കുട്ടിയെ കുളിപ്പിച്ചു. അമ്മ ആരെ കുളിപ്പിച്ചു? അമ്മ കുട്ടിയെ കുളിപ്പിച്ചു. അമ്മ എന്തിനെ കുളിപ്പിച്ചു? അല്ലെങ്കിൽ ആ ഒരു കിട്ടുന്നില്ല ആൻസർ, കുട്ടിയെ എന്നുള്ള രീതിയിൽ ഉത്തരം കിട്ടുന്നുണ്ട്. അതിനാണ് നമ്മൾ സകർമ്മക ക്രിയ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അകർമ്മക ക്രിയ. അകർമ്മക ക്രിയ എന്ന് പറയുമ്പോൾ കർമ്മം കാണത്തില്ല. ബട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആരെ, എന്തിനെ എന്ന ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം കിട്ടൂല. ഓക്കെ, അകർമ്മക ക്രിയ. ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ചിരിച്ചു, കരഞ്ഞു, ഉറങ്ങി. ഞാൻ ഉദാഹരണം പറയാം. അമ്മു ചിരിച്ചു. അമ്മു ചിരിച്ചു. കർമ്മം ഇല്ല ഇവിടെ, ജസ്റ്റ് ഒരു
എന്താണ് വെർബും ഉണ്ട്, ഒരു സബ്ജക്റ്റും ഉണ്ട്. അമ്മു കരഞ്ഞു. അപ്പോൾ കർമ്മമില്ല ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് നമ്മൾ ആരെ എന്തിനെ എന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. അമ്മു കരഞ്ഞു എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, അമ്മു ആരെ കരഞ്ഞു എന്ന് ചോദിക്കാൻ പറ്റുമോ? അമ്മു ആരെ കരഞ്ഞു? അങ്ങനെ ഒരു ചോദ്യമില്ല, ഒരു ഉത്തരവില്ല. അമ്മു എന്തിനെ കരഞ്ഞു എന്ന് ചോദിക്കാൻ പറ്റുമോ? അതുമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ അടുത്ത രാധ ഉറങ്ങി എന്ന് പറയണം. രാധ ആരെ ഉറങ്ങി? രാധ എന്തിനെ ഉറങ്ങി എന്ന് ചോദിക്കുവോ? ഇല്ലല്ലോ. സോ അതുകൊണ്ടാണ് നമ്മൾ അതിന് അകർമ്മക ക്രിയ എന്ന് പറയുന്നത്. പിന്നെ ക്രിയകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാം, കേവല ക്രിയയെന്നും പ്രയോജക ക്രിയയെന്നും. കേവല ക്രിയ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ സബ്ജക്റ്റിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ക്രിയകളെയാണ് കേവല ക്രിയ എന്ന് പറയുന്നത്. ഉറങ്ങുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. എനിക്ക് ഉറങ്ങണമെങ്കിൽ അത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുമ്പോൾ അത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്. ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ല. സോ കർത്താവിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ക്രിയകളെയാണ് നമ്മൾ കേവല ക്രിയകൾ എന്ന് പറയുന്നത്. കേവല ക്രിയ, കേവലമായിട്ടുള്ള ക്രിയകൾ, നമ്മുടെ സ്വന്തം ഇഷ്ടാനുസരണം ചെയ്യുന്ന ക്രിയകൾ. പിന്നെ ഉള്ളത് പ്രയോജക ക്രിയയുണ്ട്. പ്രയോജക ക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ ചെയ്യുന്ന ക്രിയകളാണ് പ്രേരണ ക്രിയകൾ. മീൻസ് പ്രയോജക ക്രിയ. അധ്യാപിക കുട്ടിയെ പഠിപ്പിച്ചു. കുട്ടി പഠിച്ചതാണോ? അല്ല, പഠിപ്പിച്ചതാണ്. സോ അങ്ങനെ പഠിപ്പിച്ചു, കഴിപ്പിച്ചു, ഓട്ടിച്ചു, അങ്ങനെയൊക്കെ വരുന്നതാണ് നമ്മൾ പ്രയോജക ക്രിയ എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു ടേം കാരിതം, അകാരിതം. മലയാളം സെഷനിൽ നമ്മൾ ഗ്രാമർ പോർഷനിൽ വരുന്ന കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. ടേം എന്നാണ്, കോമൺ ഏരിയാസ് ആണ് ഇതൊക്കെ. കാരിതം, അകാരിതം. കാരിതം എന്താണ്? ക്രിയയ്ക്കൊപ്പം ക്ക് ചേർന്ന രൂപങ്ങളാണ് കാരിതങ്ങൾ. ക്രിയയ്ക്കൊപ്പം ക്ക് ചേരാത്തവയാണ് അകാരിതങ്ങൾ. സിമ്പിളാണ്. കാരിതം, അകാരിതം. കാരിതത്തിൽ എന്താണ്? ക്രിയയ്ക്കൊപ്പം ക്ക് ഉണ്ട്, ബട്ട് അകാരിതത്തിൽ ക്രിയയ്ക്കൊപ്പം എന്തില്ല? ക്ക് ഇല്ല. കാരിതം എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ നോക്കുക എന്നുള്ളൊരു ക്രിയ എടുക്കുന്നു. അവിടെ ക്ക് ഉണ്ട്, ക്രിയയ്ക്കൊപ്പം എന്തുണ്ട്? ക്ക് ഉണ്ട്. പറക്കുക എന്നുള്ള ഒരു വെർബ് ഇവിടെ ഇല്ലേ? ക്ക് ഉണ്ട്. ചിരിക്കുന്നു, ക്ക്. സോ നോക്കുന്നു, പറക്കുന്നു, ചിരിക്കുന്നു. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? കാരിതത്തിന് എക്സാമ്പിൾ ആണ്. ഇനി ക്ക് ഇല്ലാത്തതാണ് അകാരിതം. സോ നമ്മൾ ഇനി പറയാൻ പോകുന്ന ക്രിയകളെ എന്ത് കാണില്ല? ക്ക് കാണില്ല. മറയുന്നു, മങ്ങുന്നു, തെളിയുന്നു. ഇതൊക്കെ ക്രിയകളാണ്, പക്ഷെ ക്ക് വരുന്നില്ല. സോ അകാരിതം എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി നമ്മൾ വേറൊരു മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ, നമ്മൾ ക്രിയയെ എങ്ങനെയൊക്കെ തിരിക്കാം? മുറ്റുവിന, പറ്റുവിന. മുറ്റുവിന എന്നും തിരിക്കാം, പറ്റുവിന. എന്താണ് മുറ്റുവിന, പറ്റുവിന എന്ന് പഠിക്കാം. മുറ്റുവിന സ്വതന്ത്രമായി നിൽക്കുന്ന പൂർണ്ണക്രിയയാണ് മുറ്റുവിന. മുറ്റുവിന എന്ന് വെച്ചാൽ മുറ്റി നിൽക്കുന്ന ഒരു മീനിങ് ആണല്ലേ, കംപ്ലീറ്റ്. ആ ഒരു മീനിങ് ആണ് മുറ്റുവിന. സ്വതന്ത്രമായി നിൽക്കുന്ന പൂർണ്ണക്രിയ. കണ്ടു, പറഞ്ഞു, കേട്ടു. ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യണില്ലേ? കണ്ടു, യാ ദാറ്റ്സ് ഓൾ. പറഞ്ഞു, കേട്ടു. ജസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തി ആ ഒരു ക്രിയയെ നമുക്ക് കംപ്ലീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അതിനാണ് നമ്മൾ മുറ്റുവിന എന്ന് പറയുന്നത്. ഒരു പൂർണ്ണത, സ്വതന്ത്രമായി നിൽക്കുന്ന പൂർണ്ണ ക്രിയകളെ മുറ്റുവിന എന്ന് പറയുന്നു. എക്സാമ്പിൾ ഏതൊക്കെയാണ്? കണ്ടു, പറഞ്ഞു, കേട്ടു. രണ്ടാമത്തേത് പറ്റുവിന. പറ്റുവിന എന്ന് പറയുന്നത് മറ്റേതെങ്കിലും പദത്തോട് പറ്റി നിൽക്കുമ്പോൾ മാത്രം അർത്ഥം പൂർണ്ണമാകുന്ന അപൂർണ ക്രിയ. പറ്റുവിന എന്ന് പറയുന്നത് അപൂർണ ക്രിയയാണ്. പറ്റുവിന പറ്റില്ല എന്നൊരു മീനിങ് ആണ്. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ വേണം, അപ്പൊ ആരെങ്കിലും പറ്റി നിൽക്കാൻ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുമായിരിക്കും. ആ ഒരു മീനിങ് ആണ് പറ്റുവിന. ചെയ്യുന്ന, പറഞ്ഞ, കേട്ട, അങ്ങനെ ഒരു മീനിങ് ആണ്. പക്ഷെ പറഞ്ഞു, കേട്ടു, ചെയ്യുന്നു, ചെയ്തു, അങ്ങനെ ഒരു മീനിങ് വരുന്നില്ല. മനസ്സിലായോ? പറ്റുവിന എന്ന് പറയുന്നത് മറ്റേതെങ്കിലും പദം ഒരു പക്ഷെ വന്നാൽ അത് ആ ക്രിയ എന്ത് ചെയ്യാം? പൂർണ്ണമായിരിക്കാം, അർത്ഥം പൂർണ്ണമായിരിക്കാം.
ചെയ്യുന്ന പറഞ്ഞ കേട്ട, അവൻ പറഞ്ഞ പോലെയാണ് ഞാൻ ചെയ്തത്, അങ്ങനെയൊക്കെ വരൂലേ? മുറ്റൂര എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചെയ്തു, അങ്ങനെ ഒരു കംപ്ലീറ്റ്നെസ് കിട്ടും. ബട്ട് അവൾ പറഞ്ഞതുപോലെ ഞാൻ കേട്ടില്ല, അങ്ങനെ ഒരു പറഞ്ഞ പോലെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ആണ് അവിടെ. ബട്ട് എന്തുവാണ്, മറ്റു പദങ്ങളോട് പറ്റി നിൽക്കുമ്പോൾ ആ ഒരു അർത്ഥം പൂർണ്ണമാകുന്നുണ്ട്. പക്ഷെ അത്തരം അപൂർണ ക്രിയകളെയാണ് നമ്മൾ പറ്റുവിന എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പറ്റുവിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. മുറ്റുവിന കംപ്ലീറ്റ് ആയില്ലേ, ഒരു പ്രശ്നമില്ല. മുറ്റുവിന കംപ്ലീറ്റ് ആയി, സോ ഭയങ്കര ബോൾഡാണ്, അവിടെ വേറെ സീനൊന്നുമില്ല. ബട്ട് പറ്റുവിന കംപ്ലീറ്റ് ആവാതെ നിൽക്കുന്ന ആരെങ്കിലൊക്കെ വേണം, അങ്ങനെ രീതിയിലാണ്. പറ്റുവിന 2 പിരിവുണ്ട് കേട്ടോ. പറ്റുവിനയുടെ 2 പിരിവുകളാണ് പേരച്ചം, വിനയച്ചം. പേരച്ചം, വിനയച്ചം, അപ്പൊ രണ്ടും ഉണ്ടെങ്കിലേ പറ്റുവിന പൂർണ്ണമാവുള്ളൂ. മീൻസ് ഞാൻ ജസ്റ്റ് കോഡിന് വേണ്ടി പറഞ്ഞതാണ്. പറ്റുവിനയുടെ 2 പിരിവുകൾ പേരച്ചം, വിനയച്ചം. സോ പേരച്ചം നോക്കാം. ഒരു നാമത്തെ ആശ്രയിച്ചു നിൽക്കുന്ന അപൂർണ ക്രിയ. ഒരു നാമത്തെ ആശ്രയിച്ചു നിൽക്കുന്ന അപൂർണ ക്രിയയാണ് പേരച്ചം. പറഞ്ഞ കാര്യം, കാണുന്ന വസ്തു, ഓക്കെ. പറഞ്ഞ കാര്യം നമ്മൾ അടയാളപ്പെടുത്തി തെറ്റാണ്, ഇത് ഫുള്ള് വരും. അപ്പോൾ ഒരു നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയകളെ നമ്മൾ പേരച്ചം എന്ന് പറയുന്നു. പറഞ്ഞ കാര്യം, കാണുന്ന വസ്തു, അതിനെയൊക്കെ നമ്മൾ പേരച്ചം എന്ന് പറയുന്നു. വിനയച്ചം എന്ന് പറയുന്നത് ക്രിയയെ ആശ്രയിച്ചു നിൽക്കുന്ന അപൂർണ ക്രിയ. കാണാൻ പോയി, വന്നാൽ പറയാം, അതിനാണ് നമ്മൾ വിനയച്ചം എന്ന് പറയുന്നത്. ക്രിയയെ ആശ്രയിച്ചു നിൽക്കുന്ന അപൂർണ ക്രിയ. ഇവിടത്തെ ക്രിയ ഏതാണ്? പോയി, പറയാം, അതാണ് ഇവിടുത്തെ ക്രിയ. ഇവിടുത്തെ ആശ്രയിച്ചു നിൽക്കുന്ന അപൂർണ ക്രിയ ഏതാണ്? കാണാൻ, വന്നാൽ. അപ്പോ ഇതിനെയാണ് നമ്മൾ വിനയച്ചം എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ വന്ന എന്താ പറയാമോ, ഒരു നാമത്തെ ആശ്രയിച്ചു നിൽക്കുന്ന അപൂർണ ക്രിയ, അതായത് കാര്യം ഒരു നാമമാണ്, വസ്തു ഒരു നാമമാണ്. അപ്പോൾ ഈ ഒരു നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു അപൂർണ ക്രിയ, അതിനെയാണ് നമ്മൾ പേരച്ചം എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യം, കാണുന്ന വസ്തു. ഓക്കെ. സോ അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. പിന്നെ ഒരു 5 ടേംസും കൂടിയുണ്ട്. അതായത് നമ്മൾ പേരച്ചം, വിനയച്ചം പറഞ്ഞു, പറ്റുവിനയുടെ 2 പിരിവുകളാണ്. ഇനി നമ്മൾ വിനയച്ചത്തെ 5ആയിട്ട് തിരിക്കും. വിനയച്ചത്തിനെ 5ആയിട്ട് തിരിക്കും. മുൻ വിനയച്ചം, പിൻവിനയച്ചം, നടുവിനയച്ചം, തൻവിനയച്ചം, പാക്ഷിക വിനയച്ചം. ഇത് ഓർത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വിനയച്ചം 5 വിധം. വിനയച്ചം 5 വിധം. മുന്നും പിന്നും, അതറിയാലോ. മുൻ വിനയച്ചം, പിൻവിനയച്ചം. പിന്നുള്ള നടു ഉണ്ടല്ലോ, നടുവിനയച്ചം. 4ാമത്തെ തൻവിനയച്ചം, 5 പാക്ഷികം. 4ാമത്തേത് തന്നും 5ാമത്തേത് പാക്ഷികവും. അതില് മുൻവിനയച്ചം എന്ന് പറയുന്നത് ഭൂതകാല രൂപത്തിലുള്ള വിശേഷണക്രിയ. ചാടിപ്പോയി, പോയി പറഞ്ഞു, ഭൂതകാല രൂപത്തിലുള്ള എന്ന് പറയുമ്പം കഴിഞ്ഞൊരു കാര്യം കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് വരും നമുക്ക്. ചാടിപ്പോയി, ജയിൽ ചാടിപ്പോയി എന്ന് പറയുമ്പം അത് കാര്യം കഴിഞ്ഞില്ലേ, ആ ഒരു മീനിങ് ആണ്. ഭൂതകാല രൂപത്തിലുള്ള വിശേഷണക്രിയ, ചാടിപ്പോയി, പോയി പറഞ്ഞു, അതിനാണ് മുൻവിനയച്ചം എന്ന് പറയുന്നത്. അടുത്ത് പിൻവിനയച്ചം എന്ന് പറയുമ്പോൾ ഭാവികാല രൂപത്തിലുള്ള വിശേഷണക്രിയ. അതായത് നമ്മൾ അതിൽ ഒരു പ്രത്യയം ചേർക്കും. ആനാണ് ചേർക്കുന്നത്, ആൻ. നടക്കാൻ പോയി, കാണാൻ പറഞ്ഞു. നടന്നോ? നടന്നില്ല. ബട്ട് നടക്കാൻ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഭാവികാല രൂപത്തിലുള്ള വിശേഷണക്രിയയാണ് നടക്കാൻ. ഇവിടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നും പറയുന്നില്ല, നടന്നു എന്നും പറയുന്നില്ല. സോ ഫ്യൂച്ചർ സെൻസ് ആണ് ഇവിടെ വരുന്നത്.
അതാണ് നമ്മൾ പിൻവിനയിച്ചം എന്ന് ഉദ്ദേശിക്കുന്നത്. ഭാവി കാല രൂപത്തിലുള്ള വിശേഷണക്രിയ. നമ്മളിതിൽ ആൻ ചേർക്കും എന്ന് മാത്രം ഓർത്താൽ മതി. ആൻ ചേർക്കും. നടക്കാൻ പോയി, കാണാൻ പറഞ്ഞു. കാണാൻ, നടക്കാൻ. നടുവിനയിച്ചം എന്ന് പറയുമ്പോൾ നമ്മള് ഒരു 3 പ്രത്യയങ്ങളുണ്ട്. ഒന്നുകിൽ ആ, ക, ഉക്ക എന്നീ പ്രത്യയങ്ങൾ ഒന്ന് ചേർക്കണം. സത്യം പറയുക തന്നെ വേണം, കള്ളം പറക ശരിയല്ല. ഇവിടെ കണ്ടില്ലേ, ഒരു ആ, ക, ഉക. സത്യം, സോറി, ഇവിടെ ഉക എന്ന രീതിയിലാണ് വരുന്നത്. സത്യം പറയുക തന്നെ വേണം, കള്ളം പറക ശരിയല്ല. മനസ്സിലായോ? ഇപ്പൊ നടുവിനയിച്ചം, അതിനാണ് നടുവിനയിച്ചം എന്ന് പറയുന്നത്. തൻവിനയിച്ചം എന്ന് പറയുമ്പം വർത്തമാന കാലത്തെ സൂചിപ്പിക്കുന്ന വിനയിച്ചം ധാതുവിൽ എ എന്നോ അവേ എന്നോ ചേർക്കാം. അപ്പോൾ ഈ 2 പ്രത്യയങ്ങളുടെ ഓർത്തിരുന്നാൽ മതി. തൻവിനയിച്ചത്തില് എ ഓർ അവേ. അച്ഛൻ ഇരിക്കേ മകൻ മരിച്ചു, വണ്ടി പോകവേ കിളികൾ പറന്നു. ഇപ്പൊ ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്ന് നടന്നു. അങ്ങനെയാണ് തൻവിനയിച്ചം എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ എന്താണ്? പ്രസന്റ് ടെൻസ് ആണ് സൂചിപ്പിക്കുന്നത്, വർത്തമാന കാലമാണ്. കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്തു? ഒരു ആക്സിഡന്റ് നടന്നു വിചാരിക്കാം. കാർ ഓടിച്ചുകൊണ്ടിരിക്കവേ ആക്സിഡന്റ് നടന്നു, അങ്ങനെ പറയില്ലേ? സോ അപ്പൊ എ, അവേ ആ ഒരു പ്രത്യയമാണ് തൻവിനയിച്ചത്തിൽ വരുന്നത്. ലാസ്റ്റ് പാക്ഷിക വിനയിച്ചം. ഇവിടെ നമ്മൾ 3 പ്രത്യയമുണ്ട്. ആൽ, ഇൽ, ആകിൽ, എങ്കിൽ. കണ്ടാൽ പറയാം, വന്നാൽ കാണാം. ഇങ്ങനെ ആൽ, ഇൽ, ആകിൽ, എങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പാക്ഷിക വിനയിച്ചം എന്നാണ് അതിനെ പറയുക. കണ്ടാൽ പറയാം, വന്നാൽ കാണാം എന്നൊക്കെ. ഇനിയുള്ള ഡിവിഷൻസ് ഓഫ് അഗ്രികൾച്ചറൽ സ്റ്റഡി. നമ്മള് പുല്ലിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഗ്രാസ്. അഗ്രോസ്റ്റോളജി. എന്താണ്? അഗ്രോസ്റ്റോളജി. വെജിറ്റബിൾസിനെ കുറിച്ചുള്ള പഠനം ഹോർട്ടിക്കൾച്ചർ. എന്താണ്? മാനേജ്മെന്റ് ഓഫ് സോയിൽ. അങ്ങനെയാണ് നമ്മള് സ്റ്റഡി ഓഫ് സോയിൽ എന്ന് പറയും. പെഡോളജി. സോയിലിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണിൽ കളിച്ച നല്ല ചുട്ട പെട തരും എന്നൊക്കെ പറയില്ലേ? ആ പിള്ളേര് മണ്ണി കളിക്കുമ്പോഴൊക്കെ അമ്മമാര് പറയുന്നത് കേട്ടിട്ടില്ലേ? നല്ല പെട പറ്റിക്കും എന്നൊക്കെ. സോയിലിനെ കുറിച്ചുള്ളത് പെഡോളജി. വെജിറ്റബിൾസ് ഹോർട്ടിക്കൾച്ചർ, ഗ്രാസ്, അഗ്രോസ്റ്റോളജി. ബീഹാർ ഗാന്ധി ആരാണ്? ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനാണ് നമ്മൾ ബീഹാർ ഗാന്ധി എന്ന് പറയുന്നത്. അറിയാലോ, ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ലോകമാന്യ എന്ന് പറയുന്നത് തിലകാണ്. ബാലഗംഗാധര തിലകനെയാണ് നമ്മൾ ലോകമാന്യ എന്ന് പറയുന്നത്. ലോകമാന്യ എന്ന് പറയുന്നത് നമ്മുടെ ബാലഗംഗാധര തിലകനെയാണ്. ന്യൂ ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആനി ബെസന്റ്. ആനി ബെസന്റ് ആണ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത്. ഇനി മഹാരാഷ്ട്ര സോക്രട്ടീസ്. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തിനെയാണ് നമ്മൾ മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്ന് പറയുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്ര സോക്രട്ടീസ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്ര സോക്രട്ടീസ് ആണ് ഗോപാലകൃഷ്ണ ഗോഖലെ. രാസ്ത് ഗോഫ്താർ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ദാദാഭായ് നവറോജി. രാസ്ത് ഗോഫ്താർ, ദാദാഭായ് നവറോജി. രാസ്ത് ഗോഫ്താർ, രാസ്ത് ഗോഫ്താർ ബൈ ദാദാഭായ് നവറോജി. രാസ്ത് ഗോഫ്താർ എന്താണ്? ഒരു പത്രമാണ്. ഇനി കുറച്ച് കാസർഗോഡിനെ പറ്റിയുള്ള കുറച്ചൊരു വിശേഷങ്ങളാണ്. കാസർഗോഡ് എവിടെയാണ്? വടക്കേറ്റത്തല്ലേ സ്ഥിതി ചെയ്യുന്നത്. നമ്മള് ഈ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കാസർഗോഡിനെ പറ്റി. അതിനുവേണ്ടി നമ്മൾ കാസർഗോഡിനെ ആദ്യം തന്നെ കാസർഗോഡിനെ എഴുതുകയാണ്. ഇതില് നമ്മള് ആദ്യത്തെ കെ സൂചിപ്പിക്കുന്നത് കാസർഗോഡിലെ കണ്ണുതീർത്ത ബീച്ചാണ്. കെ സൂചിപ്പിക്കുന്നത് കണ്ണുതീർത്ത ബീച്ചാണ്. എവിടെയാണ്? കാസർഗോഡാണ്. സോ കെ ഫോർ
കണ്ണുതീർത്ത ബീച്ച്. എ അനന്തപുരം ക്ഷേത്രം. അനന്തപുരം ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് അനന്തപുരം ക്ഷേത്രം. സോ കെ കണ്ണുതീർത്ത ബീച്ച്, എ അനന്തപുരം ക്ഷേത്രം. അടുത്തത് എസ്. എസ് എന്ന് പറയുന്നത് ശിവപ്പ നായ്ക്കർ. ശിവപ്പ നായ്ക്കറിനെയാണ് എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിവപ്പ നായ്ക്കറിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹമാണ് നമ്മുടെ ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട അതൊക്കെ പണിയെടുപ്പിച്ച വ്യക്തി, ശിവപ്പ നായ്ക്കർ. അപ്പൊ KSI. ഇനി അടുത്തത് എ. എ ഫോർ അരക്കനട്ട്, അടയ്ക്ക. ഏറ്റവും കൂടുതൽ അടയ്ക്ക വിളയുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് അല്ലേ? അപ്പോ ഇവിടുത്തെ എ എന്താണ്? അരക്കനട്ട് ആണ്. പിന്നെ ഉള്ളത് 6 റിവറുകളുടെ നാടാണ് കാസർഗോഡ് അല്ലേ? ഒരുപാട് നദികളും പുഴകളൊക്കെ ഇല്ലേ കാസർഗോഡ്? നമ്മുടെ മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള. അപ്പോ 6 റിവറുകളുടെ നാടെന്ന് ഓർമ്മിച്ചിരിക്കുക. പിന്നെ എ ഉള്ളത് ഒരു അടൂർ മഹാലിംഗ ക്ഷേത്രം അത് പറയുന്നുണ്ട്. സോ അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല തോന്നുന്നു. സോ നമുക്ക് അടുത്തുള്ളത് ഗോഡുകളുടെ നാടാണ് കാസർഗോഡ്, ദൈവങ്ങളുടെ നാടാണ് കാസർഗോഡ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് കാസർഗോഡ് എന്നുള്ളൊരു ആ ഒരു നൈമിൽ നിന്ന് ഒരു എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചു? ഒരു 3, 4, 5, 6 ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഒന്നാമത്തേത് കെ ഫോർ കണ്ണുതീർത്ത ബീച്ച്, എ ഫോർ അനന്തപുരം ക്ഷേത്രം, എസ് ഫോർ ശിവപ്പ നായ്ക്കർ, ആൻഡ് എ ഫോർ അരക്കനട്ട്, ദെൻ ആർ ഫോർ റിവറുകളുടെ നാട്, പിന്നെ ഉള്ളത് ഗോഡ്, ദൈവങ്ങളുടെ നാട്. പിന്നെ ഇൻഡോസൾഫാൻ ദുരിതബാധ പ്രദേശങ്ങൾ, ആ ഗ്രാമങ്ങളുടെ പേരെന്താണ് കാസർഗോഡ്? പെട്രാസോർഗ എന്നതാണ് 2 ഗ്രാമങ്ങളുടെ പേരാണ് കേട്ടോ കാസർഗോഡ്. ഇൻഡോസൾഫാൻ ദുരിതബാധ പ്രദേശങ്ങളാണ് പെട്രയും സോർഗയും. ഇനി അടുത്ത ചരിത്രരേഖകളിൽ ഹെർക്കില എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശം കാസർഗോഡാണ്. ചരിത്രരേഖകളിൽ ഹെർക്കില എന്ന പേരിലാണ് നമ്മുടെ കാസർഗോഡിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല അതാണ് കാസർഗോഡ്. പിന്നെ റാണിപുരം ഹിൽ സ്റ്റേഷൻ കാസർഗോഡാണ്. റാണിപുരം ഹിൽ സ്റ്റേഷൻ. റാണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോപ്പ് മോസ്റ്റ് പൊസിഷനുള്ള ഒരാളാണ് റാണി അല്ലേ? ഹിൽ സ്റ്റേഷനും അങ്ങ് മണ്ടയിലല്ലേ, ഒരുപാട് പൊക്കത്തിലല്ലേ ഹിൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ. സോ റാണിപുരം ഹിൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും മുകളിൽ, അതെവിടെയാണ്? കാസർഗോഡാണ് റാണിപുരം ഹിൽ സ്റ്റേഷൻ. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡാണ്. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കാസർഗോഡാണ്. ഹോസ്ദുർഗ് കോട്ട അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് കോട്ട കാസർഗോഡാണ്. ഹോസ്ദുർഗ് അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് കോട്ട എവിടെയാണ്? കാസർഗോഡാണ്. ടെലിമെഡിസിൻ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ടെലിമെഡിസിൻ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. ഇനി കുറച്ച് പിതാക്കന്മാരുടെ പേര്, ഫൗണ്ടേഴ്സ്, അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ, ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. നമ്മുടെ റൈസിന്റെ സയന്റിഫിക് നെയിം, അരിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഒറൈസ സറ്റൈവ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് ചോദിക്കുമ്പോൾ നോർമൻ ബോർലോഗ് എന്നാണ് പറയാനുള്ളത്. ബട്ട് ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് ചോദിക്കുമ്പോൾ അത് MS സ്വാമിനാഥനാണ്. പിന്നെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ഇൻ ദ വേൾഡ് ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. വിച്ച് ഇസ് ദ ബെസ്റ്റ് സ്യൂട്ടബിൾ സോയിൽ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് പാഡി നമ്മുടെ എന്താണ്? ലോമി സോയിലാണ്. അതായത് പാഡി, വയലിൽ നെല്ല് പോലുള്ള വിളകൾ കൃഷി ചെയ്യുവാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ ഏതാണെന്നാണ് ആൻസർ. ദാറ്റ് ഈസ് ലോമി സോയിലാണ് എൻ്റെ ആൻസർ. പാഡി പോലുള്ള, ദാറ്റ് ഈസ് ഗോതമ്പ്, നെല്ല്. ഗോതമ്പ് സാധാരണ പറയുന്നറിയില്ല, ബട്ട് പാഡി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നെല്ലല്ലേ ഉദ്ദേശിക്കുന്നത് സാധാരണ. അപ്പോൾ നെല്ല് പോലുള്ള വിളകളെ കൃഷി ചെയ്യാൻ യോജ്യമായിട്ടുള്ള സോയിലാണ് നമ്മൾ ലോമി സോയിൽ എന്ന് പറയുന്നത്. ലോമി സോയിൽ പലതരത്തിലില്ലേ? ക്ലേ സോയിൽ, സാൻഡി, അങ്ങനെയൊക്കെ. സോ അതൊരു ടൈപ്പ് ഓഫ് സോയിലാണ് ലോമി സോയിൽ എന്ന് പറയുന്നത്.
ഇപ്പൊ കൾട്ടിവേഷന് പറ്റിയ ഒരു ടൈപ്പ് ഓഫ് സോയിലാണ് ലോമി സോയിൽ. പിന്നെ ടിഷ്യൂ കൾച്ചർ കണ്ടുപിടിച്ചത് ഹേബർലാൻഡ് ആണ് ടിഷ്യൂ കൾച്ചർ കണ്ടുപിടിച്ചത്. പിന്നെ താറാവിന്റെ മുട്ട വിരിയാൻ എത്ര ദിവസം എടുക്കും? 28 ദിവസം എടുക്കും. മണ്ടരി രോഗം ബാധിക്കുന്നത് തെങ്ങിനെയാണ്. മണ്ടരി രോഗം. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ചോദിച്ചാൽ പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ എന്നാണ് സാധാരണ ആൻസർ. വെസ്റ്റ് ബംഗാൾ. പിന്നെ നമ്മുടെ കർഷക ദിനമായിട്ട് കേരളത്തിൽ ആചരിക്കുന്ന ദിവസം ചിങ്ങം 1. GM ക്രോപ്സ് എന്ന് പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആണ്. ജനിതകപരമായിട്ട് മോഡിഫൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ക്രോപ്സ് ആണ് GM ക്രോപ്സ് ഓർ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. Then agaricus, mushroom which contain medicinal value. അപ്പോൾ agaricus എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മഷ്റൂം ആണ്, ഒരു കൂണാണ്. ആ കൂണിൽ എന്താണ് ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു കൂണാണ് agaricus. A mushroom which contain medicinal value, that is agaricus. പിന്നെ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള. കേരളത്തിൽ ഒരുപാട് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, സെന്റേഴ്സ് ഉണ്ട്. അതിൽ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കേരള കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി തൃശ്ശൂറാണ്. പിന്നെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം തിരുവനന്തപുരത്താണ് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. സെൻട്രൽ ആണ് കേട്ടോ, സെൻട്രൽ ട്യൂബർ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്, നമ്മുടെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഇന്ത്യയിലെ, അത് കോഴിക്കോടാണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ്. റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. ദെൻ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ്, തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് തന്നെയാണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം, തോട്ടവിള ഗവേഷണ കേന്ദ്രം. ഞാൻ സാധാരണ ഓർമ്മിച്ചിരുന്ന കോടെന്ന് പറയുമ്പോൾ നമ്മൾ തോട്ട നോക്കിയപ്പോൾ നമ്മള് തോട്ട മീൻസ് ഏറ്റവും നല്ല ഹൈറ്റ് ഉള്ള സംഭവം, നല്ല ടോപ്പില്, ആ ഒരു മീനിങ്ങിലാണ് ഞാൻ തോട്ട, ആ ഒരു കാസർഗോഡ് ഞാൻ ഓർത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം. തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. പേപ്പർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂറാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോട്, അത് പറഞ്ഞതല്ലേ, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. പിന്നെ വൈറ്റില, പട്ടാമ്പി, കായംകുളം, മങ്കൊമ്പ്, ഒരു 4 ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുന്നുണ്ട്. നമ്മുടെ നെല്ല് ഗവേഷണ കേന്ദ്രം, ഓക്കെ, നെല്ല്, പാഡി മീൻസ് നെല്ല്. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? വൈറ്റില, പട്ടാമ്പി, കായംകുളം ആൻഡ് മങ്കൊമ്പ്. വൈറ്റില, പട്ടാമ്പി, കായംകുളം, മങ്കൊമ്പ്. കാർണമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാമ്പാടുംപാറ, ഓക്കെ. പിന്നെ കുറച്ച് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട്. വെറൈറ്റീസ് നമുക്കറിയാം, തെങ്ങിന്റെ അറിഞ്ഞൂടെ? ലക്ഷഗംഗ, അനന്തഗംഗ, പിന്നെ കുറച്ച് കേര എന്ന വേർഡ് വെച്ചിട്ട് ചില സങ്കര-ഇനങ്ങളുണ്ട്. കേരഗംഗ, കേരസങ്കര, പിന്നെയുള്ളത് ചന്ദ്രശങ്കര, കേരശ്രീ, ചന്ദ്രലക്ഷ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മള് കോക്കനട്ടിന്റെ സങ്കര-ഇനങ്ങളാണ്. കോക്കനട്ട് ട്രീ, ഓക്കെ. ലക്ഷഗംഗ, അനന്തഗംഗ, കേരഗംഗ, കേരശങ്കര, ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ, അതൊക്കെ നമ്മുടെ തെങ്ങിന്റെ വെറൈറ്റിയാണ്. പിന്നെ ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി എന്നൊക്കെ വരും. ഏതൊക്കെയാണ് ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി? അതൊക്കെ തെങ്ങിന്റെ സങ്കര-ഇനങ്ങളാണ്. പിന്നെ ഉള്ളത് കുറച്ച് വിത്തുകളുടെ സങ്കര-ഇനങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. പാഡി മീൻസ് പാഡിയുടേതാണ് പവിത്ര, ഹർഷ, അന്നപൂർവ, മട്ടത്രിവേണി, അന്നപൂർണ. ഇതൊക്കെ നമ്മുടെ അരിയുടെ കുറച്ച് സങ്കര-ഇനങ്ങളാണ്. പവിത്ര, ഹർഷ, അന്നപൂർണ, മട്ടത്രിവേണിയൊക്കെ. പിന്നെ നമ്മൾ പയറുവർഗ്ഗങ്ങൾക്ക് ലോല പറയുന്നുണ്ട്, മാളിക എന്നൊക്കെ. ലോല എന്ന് പറയുന്നത് പയറുവർഗ്ഗത്തിന്റെ ഒരു സങ്കര-ഇനമാണ്. ജ്യോതിക. പിന്നെ ഉജ്ജ്വല, ജ്വാലാമുഖി, അർക്കാമോഹിനി,
പിന്നെ ഗ്രീൻ ചില്ലി, പച്ചമുളക്, മുളകിന്റെ കുറച്ച് ഇനങ്ങളുണ്ട്. നമ്മളെ ജ്വാല എന്ന് പറയുമ്പോൾ തന്നെ ഒരു എരിയുടെ ഫീൽ വരുന്നില്ലേ? സോ ജ്വാല, ജ്വാലാമുഖി, ഉജ്ജ്വല, അർക്കാമോഹിനി, അങ്ങനെ ഗ്രീൻ ചില്ലി എന്ന രീതിയിൽ ഓർമ്മിച്ചിരിക്കുക. ദെൻ ജ്വാല സഖി, അതും ഉണ്ട് കേട്ടോ. ജ്വാല സഹി നമ്മൾ ജ്വാലേന, ജ്വാല സഹി എന്ന് നമ്മൾ ചില്ലിയുടെ ഒരു സങ്കരയിനമാണ്. ദെൻ ലേഡീസ് ഫിംഗർ ആണ് കിരൺ. കിരൺ എന്ന് പറയുന്നത് ഒരു വെണ്ട ഇനമാണ്. കിരൺ. ഓക്കെ, കിരൺ. അരുണ, കിരൺ. അരുണയും കിരൺ. ദെൻ ബ്രിഞ്ചാൾ, ബ്രിഞ്ചാളിന്റെ ഒരു ഇനമാണ് സൂര്യ. ബ്രിഞ്ചാൾ ഏതാണ്? സൂര്യ. ദെൻ ടൊമാറ്റോ, മുക്തി ശക്തി. സാധാരണ മുക്തി ശക്തി അത് ഏതിന്റെ ഇനങ്ങളാണ്? നമ്മുടെ തക്കാളിയുടെ ഇനങ്ങളാണ് മുക്തിയും ശക്തിയും ഒക്കെ. മുക്തി ശക്തി. കുക്കുംബർ, മുടിക്കോട് ലോക്കൽ. മുടിക്കോട് ലോക്കൽ എന്ന് പറയുന്നത് ഒരു വെള്ളരി ഇനമാണ്. മുടിക്കോട് ലോക്കൽ. സൗഭാഗ്യ, അരുണിമ, അതും കൂടി വരും. മുടിക്കോട് ലോക്കൽ, സൗഭാഗ്യ, അരുണിമ. അരുണിമ, സൗഭാഗ്യ. കുക്കുംബർ ഒരു മഞ്ഞ കളർ, നമുക്ക് എല്ലാം അറിയാലോ, മഞ്ഞ കളറാണ്. സോ സൗഭാഗ്യ, അരുണിമ എന്ന് പറയുന്ന ഒരു അരുണിമ, അരുണപ്രകാശ് എന്ന് പറയുന്ന ഒരു മഞ്ഞ ലൈറ്റ്, ആ ഒരു രീതിയിൽ നമ്മൾ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ എന്താ സൗഭാഗ്യ, സൗഭാഗ്യം, ഐശ്വര്യം, മഞ്ഞ, സ്വർണം, ആ ഒരു മീനിങ് അല്ലേ വരുന്നത്. സോ മുടിക്കോട് ലോക്കൽ എന്ന് പറയുമ്പം അത് കുക്കുംബറിന്റെ ഒരു വെറൈറ്റിയാണ്. സൗഭാഗ്യ, അരുണിമ എന്ന് പറയുന്നതും കുക്കുംബറിന്റെ ഒരു വെറൈറ്റികളാണ്. പിന്നെ ബിറ്റർ ഗ്രൗണ്ട്, പ്രിയങ്ക, പ്രിയ, പ്രീതി. പ്രിയങ്ക, പ്രിയ, പ്രീതി. ബിറ്റർ ഗ്രൗണ്ട് പാവയ്ക്കയുടെ കുറച്ച് ഇനങ്ങളാണ്. 3 പ്രിയങ്ക, പ്രിയ, പ്രീതി. So these major questions and answers. Okay guys, thanks for watching. Have a nice day guys. Thank you so much.